ലോകം മുഴുവൻ ഈ പേരിൽ അങ്കിളിനെ അറിയാം. കാരണം സൊഹാറിലെ ആദ്യകാല പ്രവർത്തകൻ എന്ന നിലയിൽ, സൊഹാറിലെ ചർച്ച് സ്ഥാപിച്ച വ്യക്തി എന്ന നിലയിൽ ഏതാണ്ട് 5 പതിറ്റാണ്ട് ഈ ദേശത്തായിരുന്ന വ്യക്തി എന്ന നിലയിൽ ഒക്കെ ഒത്തിരി ആളുകളെ ആത്മീകമായിട്ട് പണിയാനൊക്കെ കർത്താവ് ഉപയോഗിച്ചിട്ടുള്ള ഒരു അനുഗ്രഹീതനാകുന്ന ദൈവദാസനാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. ഞാൻ ഇങ്ങനെ അങ്ങ് പറയുകയാണ്, ശരിക്കും സൊഹാറിൻ്റെ അപ്പോസ്തലനാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നമ്മുടെ ചാനലിലെ പല സാക്ഷ്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അവരൊക്കെ സാക്ഷ്യം പറയുമ്പോൾ, ഒമാനിലെ കഥ പറയുമ്പോൾ ഈ പേര് പറയാതെ വിട്ടുപോകത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒരു വചനം ഈ മസ്കറ്റിൽ വന്ന ശേഷം ദൈവാത്മാവിനോട് സംസാരിച്ചു. യെശയ്യാവ് 32 ആദ്യത്തെ വാക്യങ്ങളാണ്. ഇതിൻ്റെ 2ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, വരണ്ട ദേശത്ത് ഒരു വൻ പാറ പോലെ തണലായിരിക്കുക. ഈ ഒമാന്റെ മരുഭൂമിയിൽ, ഈ വരണ്ട ദേശത്ത് അനേകർക്ക് ഒരു വൻ പാറ പോലെ തണലായിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട പാസ്റ്ററുകളാണ് എൻ്റെ കൂടെ ഉള്ളത്. ഞാൻ ആദ്യമായിട്ട് 2011 ഒമാനിൽ വരുമ്പോൾ അന്ന് പാസ്റ്ററുകൾ എനിക്കും വലിയ തണലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒത്തിരി സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ ചന്ദ്രബോസ് പാസ്റ്ററുകളിനെ നമ്മുടെ ആസാദിലേക്ക് വെക്കാൻ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ 2011 വന്നപ്പോൾ വണ്ടിയൊക്കെ ഓടിച്ചെന്ന് ഇവിടെ എല്ലാം കൊണ്ടുവന്ന് കാണിച്ചു. എനിക്കൊന്ന് മലയുടെ മുകളിലൊക്കെ കുറേ ദൂരങ്ങളൊക്കെ കൊണ്ടുപോയി. ഇപ്പോഴും വണ്ടിയൊക്കെ ഓടിക്കുമോ? മക്കള് പറഞ്ഞിരിക്കുന്നു ഓടിക്കരുത്. മക്കള് പറഞ്ഞത് കൊണ്ടാ. അല്ലെ നമുക്ക് ഓടിക്കാൻ റെഡി അല്ലേ? ഞാനും ഓടിക്കാൻ റെഡി. ദൈവത്തിന്റെ സ്വാതന്ത്ര്യം. എനിക്കൊത്തിരി സന്തോഷം തോന്നി. കാരണം ഈ 14 വർഷങ്ങൾക്ക് ശേഷം ഞാൻ അങ്കിളിനെ വന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അതുപോലൊക്കെ തന്നെ ഇരിക്കുന്നു. കർത്താവ് കൃപയാൽ ബലപ്പെടുത്തി ശക്തീകരിച്ച് നിർത്തിയിരിക്കുന്നു. എവിടെ നിന്ന് തുടങ്ങണം? നമുക്കങ്ങ് നാട്ടിൽ നിന്ന് തുടങ്ങാം അല്ലേ? ജീവിതാനുഭവങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ്. താങ്ക് യു. ഞാൻ പ്രേക്ഷകരോട് പറയും, ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രിവിലേജ് ആണ്. ഒത്തിരി നാളത്തെ ആഗ്രഹമാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒമാനിൽ വരുമ്പോൾ എനിക്ക് അങ്കിളുടെ അറിവ് വന്ന് ഇങ്ങനെ ഒന്ന് ഇരിക്കണം, സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയത്. അതിന് സ്തോത്രം ചെയ്യുന്നു. ഇത് ഒരു ഭാഗ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാം ആസാദി എക്സ്ക്ലൂസീവ് എന്ന ഒരു നമ്മുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയത്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ പറയുകയായിരുന്നു, ഞാൻ ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നത് കർത്താവിന്റെ ദാസൻ ഷാരോൺ തൊമ്മാച്ചൻ എന്നറിയപ്പെട്ട പാസ്റ്റർ PJ തോമസ്, ഷാരോൺ സഭയുടെ സ്ഥാപകനായ പാസ്റ്റർ PJ തോമാച്ചാനെയാണ്. അതിനുശേഷം ഇപ്പോൾ ആസാദിയിലൂടെ ഒരു 1000-ലധികം ആളുകളെ ഇന്റർവ്യൂ ചെയ്യുവാൻ എനിക്കും സാന്റിക്കും ദൈവം അവസരം തന്നു. സാന്റി എൻ്റെ കൂടെ ഇരിപ്പുണ്ട്. ലാസ്റ്റിൽ ഇന്റർവ്യൂ ചെയ്തത് ഉദയ്പൂരിൽ നിന്ന് പാസ്റ്റർ KV എബ്രഹാം, 92 വയസ്സുള്ള, 60 വർഷത്തോളം നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേലയിൽ ദേവദാസനാണ്. അതുപോലെ തന്നെ അതാണ് എനിക്ക് സന്തോഷമുണ്ടെന്ന് പറയുന്നത്. ദീർഘവർഷങ്ങൾ അനേകരെ പണിത പ്രിയപ്പെട്ട പാസ്റ്ററുകളുടെ കൂടി ഇരിക്കുന്നത് വലിയ ഭാഗ്യമാണ്. താങ്ക് യു. ദൈവത്തിന് സ്തോത്രം. ആദ്യമായിട്ട് അവർക്കും അവർക്കും കർത്താവായ നാമത്തിൽ എൻ്റെ സ്നേഹം, എൻ്റെ നിങ്ങളോടൊത്ത് അദാസ ഈ ചാനലിലെ ഒരു സാക്ഷിയായിട്ട് യുമാന്റെ ഈ സൗഹാർദ്ദ പ്രദേശത്തായിരിക്കാൻ കർത്താവ് യേശു ക്രിസ്തു തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ നന്ദി അറിയിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ കഴിവല്ല, എന്നെ നടത്തിയ ദൈവം വിശ്വസ്തനാണ്. അതാണ് ഇന്ന് എന്നോട് എനിക്ക് പറയാനുള്ളത്. ദൈവത്തിന്റെ ഒത്തിരി അല്ലേ നടത്തിപ്പും കാവലും പരിപാലനവും ഒക്കെ അനുഭവിച്ചറിയാൻ പറ്റി. നാട്ടിൽ എവിടെയാ വാസ്തവത്തിലെ? തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ സ്വദേശം. ഞാൻ ജനിച്ചത് പൊർത്തുശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ ഒരു കർഷക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ഫാദർ കൃഷി കാര്യങ്ങളും ഞങ്ങൾക്ക് വയലും ഉള്ളതിൽ ചെറുപ്പം തൊട്ട് ഫാദറിൻ്റെ മൂത്ത മകനായിട്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ ഫാദറിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എൻ്റെ ഓർമ്മ തൊട്ട് ഞാൻ 11 വയസ്സ് തൊട്ട് ഫാദറിൻ്റെ കൂടെ എല്ലാ കാര്യത്തിലും ആക്റ്റീവായിരുന്നു. ഈവൻ ജോലിയിൽ ഫാദർ എന്ത് ജോലി ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ കാര്യങ്ങൾ. അതുപോലെ എൻ്റെ ഫാദർ ഒരു ട്രഡീഷണൽ ഹിന്ദു ഫാമിലിയാണ് ഞങ്ങളുടെ കുടുംബം. അത് പ്രകാരം ഞാനും ആ വിശ്വാസത്തിൻ്റെ ആയിരുന്നു മുന്നോട്ട് വന്നത്. ഞങ്ങൾക്ക്
ഈ ട്രഡീഷണലുള്ള ക്ഷേത്രങ്ങളും അതിൻ്റെ ഉള്ള പൂജാകർമ്മങ്ങളും. എൻ്റെ ഫാദർ ഒരു മന്ത്രവാദിയും കൂടിയാണ്. ശരി. പക്ഷെ പബ്ലിക്കിലല്ല. പുള്ളി അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അങ്ങനെ വളരെ സേവ നടത്തുന്ന ഒരാളാണ്. പുള്ളി ഇവർക്കും അത്യാവശ്യക്കാർക്കൊക്കെ വേണ്ടതൊക്കെ ചെയ്ത് മന്ത്രം ചെയ്ത് കൊടുക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. ഈ തകിട് കെട്ടലും കാര്യങ്ങളൊക്കെ. അങ്ങനെയുള്ളൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അങ്ങനെ ഞങ്ങൾ വളരെ ഇതിൽ മുന്നോട്ട് നയിച്ചപ്പോൾ എൻ്റെ സിസ്റ്ററെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവർ ബോംബെയിൽ സൈൻ കോളിവാഡ് എന്ന് പറഞ്ഞ ഹൗസിംഗ് ബോർഡിൻ്റെ ക്വാർട്ടേഴ്സിൽ താമസിക്കുമ്പോൾ ഞാനും അന്നാ ചെറുപ്പം തൊട്ട് എൻ്റെ 11ാം വയസ്സിൽ ബോംബെക്ക് 11ാം വയസ്സിൽ 11ാം വയസ്സ്. അത് ശരി. അപ്പം അതിനുശേഷം ബോംബെ പഠിച്ചോ അതോ? അതിനെ പഠിച്ചു. ഞാൻ ആക്ച്വലി ഈ 11ാം വയസ്സിലും ഫാദറിൻ്റെ കൂടെ എല്ലാ ജോലികളും ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. വളരെ ആക്റ്റീവ് ആയിരുന്നു. ഈവൻ ഞങ്ങളുടെ വയൽ കൃഷി നടക്കുമ്പോൾ ഈ നാട്ടിലൊക്കെ അന്ന് ട്രാക്ടറൊന്നുമില്ല. കലപ്പ വെച്ച് രാവിലെ ഫാദർ എപ്പോഴും ചായ കുടിക്കാനായിട്ട് കടയിൽ പോകുമ്പോൾ ആ സമയം എനിക്ക് കലപ്പ ഇത് കെട്ടി റെഡിയാക്കി തരും. ഞാനത് ഈ 11ാം വയസ്സിന്റെ കാര്യം കാളെ ഉപയോഗിച്ചാന്നോ? കാളയുണ്ടോ? ആ രണ്ട് കാളെ വെച്ചുകൊണ്ട് പുള്ളിയെല്ലാം റെഡിയാക്കി തന്നിട്ട് പുള്ളി അങ്ങ് പോകും. എന്നിട്ട് ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് വരും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്. അപ്പൊ അത്രയും ഞാൻ ഒരു ഹെൽപ്പ് ആയിരുന്നു. അതിനുശേഷം ബോംബെ ചെന്ന് സിസ്റ്ററെ കൂടെ കുറച്ചാൾ അവിടെ പഠിക്കേണ്ടി വന്നു. അങ്ങനെ പിന്നെയും തിരിച്ച് നാട്ടിലോട്ട് വരേണ്ടി വന്നു. പിന്നെ ബോംബെ 17ാമത്തെ വയസ്സിൽ പിന്നെയും ബോംബെ ചെന്നു. അവിടെ പിന്നെയും കുറച്ചുകൂടി ടെക്നിക്കലായിട്ടുള്ള അവിടെ പഠിച്ചു. അങ്ങനെ അന്ന് വലിയ ജോലിയൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും 17 വയസ്സല്ലേ ഉള്ളൂ. എങ്കിലും ചെറിയ ജോലിയിലൊക്കെ ആയിരുന്നു. പിന്നെയാണ് ഞാൻ അവിടെ ഇലക്ട്രിക്കലായിട്ടുള്ള ഇത് പഠിച്ച് ഞാൻ അവിടുത്തെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് എനിക്ക് 19ാമത്തെ വയസ്സിൽ സെൻട്രൽ ഗവൺമെൻറ് ജോലി കിട്ടി. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ആയിട്ട് ബോംബെയിൽ തന്നെ. അത് മഹാരാഷ്ട്രക്കാർ കൊടുക്കുന്ന പോസ്റ്റാണ്. കാരണം അവർ കേരളക്കാരെ ഒരിക്കലും ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ കൂടെ എടുക്കാറില്ല. പക്ഷെ ഞാൻ അവിടെ പഠിച്ച ആളായതുകൊണ്ട് എനിക്ക് ആ പോസ്റ്റ് വന്നു. അങ്ങനെ സെൻട്രൽ PWD എന്ന് പറഞ്ഞ ഇലക്ട്രിക് ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് ജോലി കിട്ടി. CPWD എന്ന് പറയും. അങ്ങനെ 19ാമത്തെ വയസ്സിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ബോംബെയിൽ താമസിക്കാൻ തുടങ്ങി. അവിടെ കുറച്ച് നാള് പെങ്ങളെ കൂടെ ആണെങ്കിലും പിന്നെ എൻ്റെ കൂടെ ഒരു ബ്രദറൻ സഹോദരൻ ഉണ്ടായിരുന്നു, തോമസ് ചാണ്ടി, കോട്ടയം. പുള്ളിയുടെ ബ്രദർ PT തോമസ്. ഈ തോമസ് ചാണ്ടി CPWDയിലായിരുന്നു. PT തോമസ് ലാസ്റ്റ് ട്രൂപ്പ്. ഇങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ കൂടെ എനിക്കും താമസിക്കാനായിട്ട് ഞങ്ങൾ അന്തേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് സാഹാറ വില്ലേജിൽ ഒരു ഈ പഴയ ട്രഡീഷണലുള്ളൊരു വീട് താമസം തുടങ്ങി. ഞങ്ങൾ അങ്ങനെയാണ് 2 വർഷക്കാലം ആ സഹോദരന്മാരായിട്ട് താമസിക്കാനുള്ള സൗകര്യം കിട്ടി. അവര് ലൈഫ് ഞാൻ പഠിക്കാൻ തുടങ്ങി. കാരണം സ്വന്തം സഹോദരനെ പോലെ അവർ വളരെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. കരുതി എനിക്കത് മനസ്സിലായില്ല ഇവരെന്തോ. ഞാൻ ആകെ കണ്ടിരിക്കുന്നത് ഈ കത്തോലിക്ക മൂവ്മെന്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ. കത്തോലിക്ക അച്ഛന്മാർ, അങ്ങനെ ക്രിസ്ത്യാനി ഏതാണ് എന്തൊന്നും എനിക്ക് വലിയ പരിചയമില്ലായിരുന്നു. പക്ഷേ തൃശ്ശൂർ ആ കാലങ്ങളിലൊന്നും ഇത്രയും പെന്തക്കോസ്തുകാരൊന്നും ഇല്ല. പെന്തക്കോസ്തേ അല്ല. ഈവൻ ബ്രദർകാരും ഞങ്ങൾ അവിടെ താമസം തുടങ്ങിയപ്പോൾ ഞാൻ ഈ സഹോദരനോട് പറഞ്ഞു, നമുക്ക് അച്ഛനെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കേണ്ടത്. പുള്ളി ഒന്ന് ചീത്ത പറഞ്ഞു. എന്തോ അച്ഛനാ? ഞാൻ പറഞ്ഞു, എനിക്ക് അറിയത്തില്ല, ഞങ്ങൾ അച്ഛനൊന്നും വിളിക്കാറില്ല. അവർ ബ്രദർ ആൻഡ് ഗ്രൂപ്പായിരുന്നു. ബ്രദർ ആൻഡ് ഗ്രൂപ്പ്. അതെ, എന്താണെങ്കിലും അതൊരു വലിയ അനുഭവങ്ങളും ഓർമ്മകളും അല്ലേ? അതെ. ബോംബെയിൽ വന്ന് മിക്കവാറും അന്നത്തെ കാലത്തൊക്കെ ആളുകൾ ഗൾഫിലൊക്കെ വരുന്നതിന് മുമ്പ് ബോംബെയിൽ
വന്ന് നിന്നിട്ടൊക്കെയാ വരുന്നത്. അതെ 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 അതെ. മക്കളെ ഈ പിന്നെ ആ സമയത്ത് വിശ്വാസത്തിലേക്ക് വന്നോ ബോംബെ നിൽക്കുമ്പോൾ തന്നെ? അതെ, ഇവരുടെ ഈ ലൈഫ് കണ്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഉം. ഇവര് ബൈബിൾ അവിടെ മേശപ്പുറത്ത് ഉണ്ടായിരുന്നു. ഉം. ഞാൻ ഇവര് എന്താണെന്നുള്ള അറിയാൻ വേണ്ടി ഉം. ഇവരില്ലാത്ത സമയത്ത് ഇരുന്ന് ബൈബിൾ വായിക്കും. എടുത്ത് വായിക്കും. പക്ഷെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ലായിരുന്നു, ആ. കാരണം അത്ര ഈസി അല്ല ഇത് എങ്കിലും 2 വർഷക്കാലം ഞാനിത് തുടർച്ചയായിട്ട് വായിച്ചു. അവര് ഒരിക്കലും എന്നോട് വിശ്വാസത്തെ പറ്റിയോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ മീറ്റിങ്ങിന് പോകുമ്പോൾ അവരുടെ കൂടെ ഞാൻ പോവാറുണ്ടായിരുന്നു. പോകാറുണ്ട്. ബ്രദറൻ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഉം. ബോംബെയിൽ സാന്താക്രൂസിലും ഉം. വീട്ടിലും ഉണ്ട് അവരുടെ ചർച്ച. ആ. അങ്ങനെ എല്ലാ ചർച്ച അവരുടെ ലീഡേഴ്സിന്റെ ഒക്കെ നല്ല പരിചയം, അവരുടെ വീടുകളിലൊക്കെ പോവും. ആ ഒരു ഞാനൊരു ഫാമിലി മെമ്പർ പോലെ. ഉം. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഉം. ഈ തോമസ് ചാണ്ടി കുവൈറ്റിലോട്ട് ജോലി കിട്ടി പോയി. ഈ വീട്ടിൽ താമസം സൗദിക്കും പോയി. ഉം. പക്ഷേ ഈ തോമസ് ചാണ്ടി എന്ന് പറഞ്ഞ ഉം. സഹോദരൻ പോകുന്ന സമയത്ത് ആ ഒരു ബൈബിള്, ആ പുള്ളി വായിക്കുന്ന ബൈബിൾ എടുത്തിട്ട് എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഉം. ചന്ദ്രബോസിന് തരാനുള്ള എൻ്റെ ഗിഫ്റ്റ്. ഗിഫ്റ്റ് ഇതാണ്. ഉം. അങ്ങനെ ആ ബൈബിളായിട്ട് ഞാൻ ഉം. അവിടുന്ന് പോന്നു. ഉം. എൻ്റെ സിസ്റ്റർ വീട്ടിലോട്ട് പിന്നെ താമസിക്കാനായിട്ട് മാറ്റി. ചെന്നു. ഉം. ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നെ തോന്നുന്നത്, അവിടെ എൻ്റെ ഫാദറിൽ ബ്രദറിൽ അല്പം കള്ളു കുടിക്കും, സിഗരറ്റ് വലിക്കും. ഇതെനിക്ക് പ്രയാസം കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പെന്തിക്കോസ്ത് സഹോദരന്മാരായിട്ട് പരിചയമാകും. പരിചയമായി. ഉം. അങ്ങനെ അവരായിട്ട് ഗോരിഗോൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ഉം. ബോംബെയിൽ. ഉം. അവിടെ ഫ്ലാറ്റിൽ അവരുടെ കൂടെ ഞങ്ങൾ 4-5 പേരുണ്ടായിരുന്ന ഒരു ഉം. ഫ്ലാറ്റിൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ താമസിക്കാൻ കിട്ടിയതൊക്കെ ദൈവമക്കളാണ്, ബ്രദറുകാരും പെന്തക്കോസ്തുകാരും ഒക്കെ എൻ്റെ ആയിട്ടുള്ള സഹകരണം. എക്സ്പീരിയൻസിൽ ആ, ഞാൻ ലോകമായിട്ടുള്ള അധികം ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. ഇടപെട്ടിട്ടില്ല. ഓ, അത് ശരി. കാരണം വീട്ടിലും നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഇതും വളർന്നു. ബോംബെ വന്നപ്പോഴും ഇത്. അതെ. അങ്ങനെ ആ സഹോദരന്മാരുടെ കൂടെ വളരെ താമസം. പക്ഷെ അവരും ഈ പറഞ്ഞവര് തന്നെ വിശ്വാസത്തിന്റെ കാര്യങ്ങളൊന്നും പറയാറില്ലായിരുന്നു. ഉം. ഒരു ദിവസം അവിടെ ഒരു കാത്തിരിപ്പ് യോഗം അവർ വെച്ചു. അവരെല്ലാം പെന്തിക്കോസ്തുകാരാണ്, ഉം. നല്ല സീനിയർ സഹോദരന്മാരാണ്, നല്ല ആക്റ്റീവാണ്. ചർച്ച് ഉം. ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ വീട്ടി ചർച്ചിലെ മെമ്പേഴ്സാണ്, ഉം. അറിയപ്പെടുന്ന സഹോദരന്മാർ, നല്ല പോസ്റ്റിൽ ഇരിക്കുന്നവരാ. മാത്രമുള്ള അത്ര ചെറുപ്പക്കാരനും. ഉം. ഈ വാര്യാപുരം യോനാച്ച് എന്ന് പറഞ്ഞ ഉം. പ്രവാചകൻ അവിടെ ഒരു മീറ്റിംഗ് നടത്താനായിട്ട് അവിടെ വന്നു. ഉം. അവര് രാത്രിയുള്ള മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉം. ഞാൻ ഇവരുടെ ഈ ഞാൻ ഈ ബ്രദറുകാർ പറഞ്ഞിട്ടുണ്ട്, ഇവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ തുള്ളലാണ്, അതാണ് ഇത് കാണാൻ വേണ്ടി, വാച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ആ മൂലയ്ക്ക് ഗ്ലാസ് ഡോറിന്റെ സൈഡിൽ നിന്ന് വാച്ച് ചെയ്യായിരുന്നു. ആഹാ. ആ സമയത്ത് ഈ പ്രവാചകൻ എന്നെ കയ്യാട്ടി വിളിച്ചു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഉം. ഞാൻ അവിടെ സെന്ററിൽ ചെന്നു. ഉം. ചെന്നപ്പോൾ പുള്ളി പറഞ്ഞു, നിന്റെ അരയിലൊരു തകിട് കെട്ടിയിട്ടുണ്ട്, ഉം. അത് എടുക്കാൻ പറഞ്ഞു. ഉം. പുള്ളി എന്നെ വലിച്ചു ഊരി ആ തകിട് 4ാമത്തെ ഫ്ലോറിലായിരുന്നു, എടുത്ത് താഴോട്ട് വരുന്നു. ഉം. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇപ്പോഴും ആ ഓർമ്മകൾ അല്ലേ? പ്രധാന സ്തോത്രം. അങ്ങനെ ബൈബിൾ എടുത്തിട്ട് 7ാം കടൽ വരെ ഞാൻ അയക്കുന്നു. അയച്ചു. വാര്യാപുരം യോനാച്ചൻ ശ്രേഷ്ഠനായ ദേവദാസൻ. ഇന്നും അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ ആളുകൾ നിവർത്തിക്കപ്പെട്ടത് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഞാനത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. കാരണം സെൻട്രൽ ഗവൺമെന്റ് ജോലിയും നല്ല, ഐ ഹാവ് ഗുഡ് എക്സ്പീരിയൻസ് ഇൻ ബോംബെ. അതെ. ബോംബെയിലെ എല്ലാ ഇതിലും എനിക്ക് നല്ല ഹോൾഡ് ഉണ്ടായിരുന്നു, എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ടും. എല്ലാത്തിനും, എല്ലാ ഡിപ്പാർട്ട്മെന്റും എനിക്ക് മെയിൻ്റനൻസ് ആയതുകൊണ്ട് സെൻട്രൽ എക്സൈസോ പാസ്പോർട്ട് ഓഫീസോ, കാരണം നാട്ടുകാർക്കൊക്കെ അന്നൊരു സോഷ്യൽ വർക്കറും വർക്കിംഗ് കൂടിയായിരുന്നു. ഞാൻ പറയുകയാണെങ്കിൽ ഓപ്പണായിട്ട്
ഒരാളുടെ പേര് ഞാൻ പറയുന്നില്ല. ഉം. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ദേവദാസിന് ഉം. അമേരിക്ക പഠിക്കാൻ പോകാൻ വേണ്ടി ഉം. പാസ്പോർട്ട് അപ്ലൈ ചെയ്തപ്പോൾ അന്ന് പുള്ളിക്ക് പെട്ടെന്ന് കിട്ടാൻ പ്രയാസമായിരുന്നു. കാരണം ഉം. പോലീസ് വെരിഫിക്കേഷൻ ഇല്ലാതെ പാസ്പോർട്ട് അതെ. പക്ഷെ അതില്ലാതെ ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ റാങ്ക് ഉള്ളവരെ സീലുണ്ടെങ്കിൽ അതെ. വെരിഫിക്കേഷൻ അതെ. ആ. അത് പുള്ളിയുടെ സ്വന്തക്കാരാരുടെ അത് ക്യാൻസലായി. പുള്ളിക്ക് അമേരിക്കയിൽ പെട്ടെന്ന് എത്തേണ്ട ആവശ്യം. ഉം. അപ്പൊ ഈ സഹോദരൻ വളരെ പ്രയാസപ്പെട്ടിരിക്കുമ്പോഴാണ് ഉം. എന്നെ കോണ്ടാക്ട് ചെയ്ത് ഉം. ഞാൻ ഇൻകം ടാക്സിന്റെ മെയിൻ്റനൻസിലായിരുന്നു. ഉം. അന്നാകെ ഒരു കമ്മീഷണറെ ഉള്ളായിരുന്നു, ഉം. ഡോക്ടർ ജോർജ് ജോസഫ് എന്ന് പറഞ്ഞിട്ട്. ഇന്നിപ്പോൾ ഇൻകം ടാക്സിൽ വലിയ അന്ന് 5000 പേര് വർക്ക് ചെയ്യുന്ന അയ്യങ്കാർ ഭവൻ എന്ന് പറഞ്ഞ ചർച്ച് ഗേറ്റിലുള്ള ഒരു ബിൽഡിങ്ങാണ്. ഉം. അപ്പോൾ എനിക്ക് എല്ലാത്തിൻ്റെയും ഇതിൻ്റെ മെയിൻ ഇതുള്ളതുകൊണ്ട് ഞാൻ പുള്ളിയായിട്ടൊക്കെ എപ്പോഴും കോണ്ടാക്ട് ഉള്ളത്. ഈ പുള്ളിയും കൊണ്ട് സാറിൻ്റെ അടുക്ക് ചെന്ന് പുള്ളി സൈൻ ചെയ്ത് വന്നു. പുള്ളി പറഞ്ഞു ബന്ധുഭൂഷൺ അറിയാലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഉം. എടുത്ത് പാസ്പോർട്ട് ഓഫീസറുണ്ടെങ്കിൽ ചവാൻ എന്ന് പറഞ്ഞ സൂപ്രണ്ട് നമ്മുടെ അടുത്ത ആള്. പുള്ളി ഉം. തിങ്കളാഴ്ച കൊടുത്തു ബുധനാഴ്ച പാസ്പോർട്ട്. ഞാൻ പാസ്പോർട്ട്. പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഉം. ദൈവം നമ്മൾ അതുപോലെ ഒരു ആ സമയത്തും ഉപയോഗിച്ചു. അന്ന് എനിക്ക് 24 വയസ്സേ ഉള്ളായിരുന്നു കേട്ടോ. ഉം. ഉം. 19 വയസ്സ് ജോയിൻ ചെയ്ത് 24 വയസ്സേ ഉള്ളായിരുന്നു. ഉം. ഞാൻ 67 സെൻട്രൽ ഗവൺമെന്റിൽ കയറി 73 ഉം. റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ഒമാനി വന്നത്. ഉം. ഉം. അപ്പൊ അത് മുഖേന ഉം. പല കാര്യങ്ങളും ഇവന് അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം ഉള്ളവർക്ക് ഈ ഇൻകം ടാക്സിൽ നല്ല പവർഫുൾ ഉള്ളതുകൊണ്ട് അഡ്വർടൈസ്മെന്റ് കാണുന്ന കമ്പനി അഡ്രസ് എടുത്തിട്ട് ഓഫീസർ അടുക്ക ചെന്ന് റെക്കമെൻഡ് ചെയ്ത് അങ്ങനെയൊക്കെ ഒരു സോഷ്യൽ ആളുകൾക്ക് പ്രയോജനമായി സമയത്ത് അപ്പൊ ഞാൻ ചിന്തിച്ചു, പിന്നെ ഞാൻ ഇതിനെ ഈ അതെ. ബൈബിളും അല്ല ഈ 7-ാം കടലിൽ കടന്നു പോകേണ്ട ആവശ്യം വിദേശത്ത് ഞാൻ അതെ. എടുത്തില്ല. പക്ഷെ ആ സമയത്ത് അവിടെയുള്ള ഉം. സഹോദരന്മാരെ കൊണ്ട് അവർ പറഞ്ഞു വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉം. സ്നാനപ്പെടണം. അതെ. ആ. അങ്ങനെ സ്നാനപ്പെട്ട് അതെ. അവിടെ സഹോദരന്മാരോട് കൂടെ മുന്നോട്ട് നയിക്കുകയായിരുന്നു. ഏത് ചർച്ചായിരുന്നു അത്? വീട്ടി ചർച്ച് എന്ന് പറയും, VT ബോംബെയിലെ ചർച്ച്. പിന്നെ വീട്ടി ചർച്ച്. ഞാനും ആ സഭയുടെ ഒരു മെമ്പറായിരുന്നു. VT ചർച്ച്. മത്തായി പി. മത്തായി എന്ന് പറഞ്ഞ പാസ്റ്റർ, ഹോസ്പൽ സാഹിബ്. ആ. പിന്നെ അതിന്റെ വേറെ രസം എന്ന് പറഞ്ഞാല് യൂത്ത് സെന്റർ എന്ന് പറഞ്ഞിട്ട് ചെമ്പൂർ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഒത്തിരി കഥ പറയാനുണ്ടെങ്കിൽ ഇന്ന് ഒരു ദിവസം ഉണ്ട് ബോംബെയിലെ അതിന്റെ ആ ചെറുപ്പകാലത്ത്. ഞാൻ പറഞ്ഞ അസാധ്യങ്ങളെ സാധിപ്പിച്ചത് ഒന്ന് രണ്ട് അനുഭവം പറയാം. അസാധ്യങ്ങൾ സാധ്യമായ ബോംബെ കണ്ട വെരി. അനുഭവങ്ങള്. കാരണം ഞാൻ വിശ്വാസത്തിൽ വരുന്നതിന് മുന്നേ ആ. ഞാൻ ക്രിസ്ത്യൻ ഇങ്ങനെ എല്ലാവരായിട്ടും കോമൺ അവിടെ കത്തോലിക്ക പള്ളിയിലും പോകും, മാർത്തവക്കാർ എല്ലാവരും കോമൺ ഇതാണ്. കാരണം ഇങ്ങനെയുള്ള മറ്റുള്ളവർക്ക് വേണ്ടി ഒരു സഹായം എന്റെ ചെറുപ്പം തൊട്ടുള്ള ഒരു ഇതാണ്. വളരെ ആക്റ്റീവാണ്. ആക്റ്റീവ് എന്ന് പറഞ്ഞാല് കഴിഞ്ഞ ദിവസം എന്റെ സാക്ഷ്യം കണ്ട ഒരു മാർത്തവക്കാരൻ വിളിച്ചു പറഞ്ഞു എന്റെ സിസ്റ്റർ, അവരിപ്പോ അമേരിക്കയിലുണ്ട്, എന്റെ സിസ്റ്റർക്ക് താങ്കളെ പാസ്പോർട്ട് എടുത്ത് കൊടുത്ത ആളാണ്. അതായത് ബോംബെയില് 74 നേഴ്സസിന് പാസ്പോർട്ട് ബ്ലോക്ക് ചെയ്തിരിക്കാൻ കൊടുക്കത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ നേഴ്സ് എന്നുള്ള കട്ട് ചെയ്തിട്ട് ഫാമിലി ആയിട്ട് ഈ പാസ്പോർട്ട് ഓഫീസറൊക്കെ കൊടുത്തു. അപ്പോൾ പാസ്പോർട്ട് ഓഫീസർ മറാഠിയാണ്. പുള്ളി പറഞ്ഞ് അന്നമ്മ എന്ന് അറിയാമെന്ന് പറഞ്ഞ നേഴ്സാ, പക്ഷെ താങ്കളുടെ പക്ഷെ അതും ചോദിച്ചു പുള്ളി. ഞാൻ ചന്ദ്രബോസ് എന്ന് പറഞ്ഞ പുള്ളി ഏലിയാമ്മ കണ്ട അതെങ്ങനെയാണ് ഞങ്ങളൊക്കെ ഒരു ഇതാന്ന് പറഞ്ഞ അങ്ങനെ ഞാൻ പറയാ. അന്ന് പാസ്പോർട്ട് അങ്ങനെയൊക്കെ ഓരോ അത് നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ബോംബെയിൽ നിന്ന് പിന്നെ എങ്ങനെയാണ് ഗൾഫിലോട്ട്, ഒമാനിലോട്ടാണോ ആദ്യം വന്നത്? അങ്ങനെ ഈ പറഞ്ഞ മാതിരി ആരും നാട്ടിൽ നിന്നും ഗൾഫിൽ പോകുമ്പോഴും അവരൊക്കെ അവർക്ക് വരുന്നവരൊക്കെ അങ്ങനൊക്കെ ഒരു സോഷ്യൽ ഇതായിരുന്നു എനിക്ക് ഉള്ളത്. അപ്പൊ നമുക്ക് ഈ സാലറി എന്നൊക്കെ പറഞ്ഞ അന്ന് ഞാൻ ഈ പറഞ്ഞവരെ എല്ലാം ഇതായിട്ട് ഇതുകൊണ്ട് അത്ര മെച്ചൊന്നും കീപ്പ് ചെയ്യാറില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കല്യാണത്തിന്റെ കാര്യം ഈ സഹോദരന്മാര് തന്നെ
ആഹാ. അറേഞ്ച് ചെയ്തു. അപ്പോൾ അന്ന് ഞാന് ആന്റിയുടെ വീടൊക്കെ എവിടെയായിരുന്നു? അവര് പന്തളത്താണ്. പന്തളത്താണ്. അതെ. അപ്പം പിന്നെ ഒരു വിശ്വാസ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു അതെ അതെ, അവര് ബ്രദറിലായിരുന്നു, ബ്രദറിലായിരുന്നു. ബ്രദറൻ ഗ്രൂപ്പിലായിരുന്നു അവര് പോയിരുന്നത്. അങ്ങനെ എൻ്റെ ഈ ഞാൻ താമസിച്ചിരുന്ന ആ വീട്ടിൽ അച്ചായൻ CP അബ്രഹാം എന്ന് പറഞ്ഞ പുള്ളിയുടെ അനിയൻ CP വർഗീസ്. CP വർഗീസ് ഇപ്പോഴും ഉണ്ട് തിരുവല്ലയില്. CP അബ്രഹാം എന്ന് പറഞ്ഞ ആളടുത്ത് കഴിഞ്ഞ വർഷം മരിച്ചുപോയി. പുള്ളി ഒരു എൻ്റെ ഒരു ഗാർഡിയൻ പോലെയായിരുന്നു. പിന്നെ വളരെ ആത്മീയമായിട്ടൊക്കെ വളർത്തി എന്നെ വളരെ സപ്പോർട്ട് ചെയ്ത് ഒരു പിതാവിൻ്റെ നിലയിൽ പുള്ളി കല്യാണം അറേഞ്ച് ചെയ്ത് തന്നു. അതെ. അപ്പം ആന്റിയുടെ പേരെങ്ങനെയായിരുന്നു? രാജമ്മ. രാജമ്മ. ഒരു ആന്റി ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ വല്ലതും? അതെ, ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. ആന്റിയൊക്കെ എങ്ങനെയാ വിശ്വാസത്തിൽ വന്നത്? ആന്റിക്ക് വിശ്വാസത്തിൽ വന്നത് സിസ്റ്റർ ലീലാമ്മ എന്ന് പറഞ്ഞൊരു പുത്രകാരത്തി JJ ഹോസ്പിറ്റലില് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സഹോദരിയിൽ നിന്നാണ് വിശ്വാസത്തിൽ പ്രയോജനം കേൾക്കുകയൊക്കെ ചെയ്തത്. ആന്റി നേഴ്സ് ആയിരുന്നു JJ ഹോസ്പിറ്റലിൽ നഴ്സിംഗ് പഠിക്കുന്ന സമയത്തായിരുന്നു വിശ്വാസത്തിൽ വന്നത്. ശരി, ഓക്കെ. അപ്പം ഇനി കല്യാണം കഴിഞ്ഞു, അതിന് ശേഷം ഇവരെ അറേഞ്ച് ചെയ്ത് ബോംബെ തന്നെ വളരെ അനുഗ്രഹമായ ഒരു കല്യാണം. അതാണ്ട് 1200 പേരോളം ഉണ്ടായിരുന്നു. അത് ശരി, ആ കാലത്ത് യുദ്ധം നടക്കുന്ന സമയത്തായിരുന്നു. 25 പേർക്ക് ഫുഡ് കൊടുക്കാൻ പാടുള്ളൂ. പാകിസ്ഥാന്റെ യുദ്ധം നടക്കുന്ന കാലത്ത്. ഏത് വർഷം? 73 മെയ് 12 സാറ്റർഡേ, സെക്കൻഡ് സാറ്റർഡേ. ഇവിടെ അന്ന് ഹോളും കിട്ടാത്തതുകൊണ്ട് പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ഓഡിറ്റോറിയം സാന്താകുരിശിലായിരുന്നു. ഒരു ബ്രദറുകാരായിരുന്നു കൂടുതലും എല്ലാ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തു. അതായത് നമ്മുടെ ഇന്ത്യ ബംഗ്ലാദേശ് ആ ഒരു ബംഗ്ലാദേശ് യുദ്ധം അല്ലേ? അപ്പൊ അന്ന് ആ എമർജൻസി സമയത്തായിരുന്നു ഈ കല്യാണം. അപ്പൊ അതുകൊണ്ട് അന്ന് 73 കല്യാണം. 73 മെയ് 12 നേഴ്സസ് ഡേ ആയിരുന്നു. അതിനുശേഷം പിന്നെ അതിനുശേഷം ഞങ്ങള് കുടുംബമായിട്ട് എനിക്ക് ഈ പറഞ്ഞവര് കാട്ട്കൂപ്പുള്ള ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ താമസിക്കുന്നില്ലായിരുന്നു. ഇങ്ങനെ ഫാമിലിക്കാർക്ക് കൊടുത്ത് ഞാനിങ്ങനെ ഇതായിട്ട് താമസിക്കാറുണ്ട്. കാരണം അവിടെയൊക്കെ ഒന്നും താമസിക്കാൻ വലിയ പ്രയാസം ഫാമിലിക്കാർക്ക്. അപ്പൊ ഈ CP അബ്രഹാം എന്ന് പറഞ്ഞ എന്റെ ഗാർഡിയൻ അവര് ചേർന്നാലും ഫാമിലി ആയിട്ട് അവിടെ താമസിക്കാറുണ്ട്. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങള് പിന്നെ അന്തേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ESI ക്വാർട്ടേഴ്സ് എന്ന് പറയും. അതായത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു ക്വാർട്ടേഴ്സാണ്. കാരണം വൈഫിന് അന്ന് കൂപ്പർ ഹോസ്പിറ്റൽ വില്ലപ്പറളയിലായിരുന്നു. ആ സൗകര്യത്തിന് ഈ സഹോദരനുമായിട്ട് ഞങ്ങൾ എക്സ്ചേഞ്ച് അങ്ങനെ അവിടെ താമസിക്കുന്നു. അങ്ങനെ താമസിച്ച സമയത്താണ് അപ്പൊ ഈ നമ്മളതിൽ ക്യാഷ് ഇതൊന്നുമില്ല. ഒരു ദിവസം ഒരു ചെറിയൊരു ഇത് ക്യാഷിന്റെ ഒരു പ്രയാസം വന്നു. അപ്പൊ അന്നൊക്കെ നമ്മൾ വളരെ ഈ പുരുഷത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഇതിലായിരുന്നു. കാരണം മിക്സറായിട്ട് ജീവിക്കുന്നുള്ള ഒരു പ്രയാസം വന്നു. അന്ന് രാത്രി എനിക്ക് തോന്നി ഇവിടെ പൈസയുടെ വിഷയം വന്നു. ഞാനങ്ങ് ഉറങ്ങിയില്ല. പിറ്റേ ദിവസം ഒരു സഹോദരൻ എന്നെ പരിചയപ്പെടാനിടയായി. പുള്ളി പറഞ്ഞു, നല്ലൊരു ജോലി ബിസ്ക്കറ്റില് ഇങ്ങനെ ഉണ്ട്, വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പുള്ളിയുടെ ബ്രദറിലോ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ശരിയെന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് വരെ ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ഗൾഫിൽ പോകണോ അങ്ങനെയുള്ള ഒരു ചിന്ത വന്നില്ല. പക്ഷെ ഈ പ്രോബ്ലം വന്ന സമയത്ത് അന്നേരം എനിക്ക് കിട്ടിയൊരു വചനമാണ്. നിന്റെ 37-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യത്തില് നിന്റെ വഴി യഹോവയെ ഫരമേൽപ്പിക്കുക, അവന് തന്നെ
കവനൻസാണ്. അതെ. അന്ന് തൊട്ട് ഞാനത് ചിന്തിച്ചു. ആ ദൈവദാസൻ 15 ദിവസം കൊണ്ട് വിസയും റെഡിയാക്കി. വിസയും റെഡിയാക്കി അതിനുള്ള ഇന്നത്തെ എന്ന് വെച്ചാൽ ഈ ബ്രിട്ടീഷ് കമ്പനിയായിരുന്നു ഓക്കെ. മസ്കറ്റിലെ. ഓ, ബ്രിട്ടീഷ് കമ്പനിയിലാണ് എനിക്ക് ജോലിയായി വന്നത്. ജോലി കിട്ടി. ഇവിടുന്ന് 73 മെയ് 12-ാം തീയതി ആയിരുന്നു കല്യാണം. ഓഗസ്റ്റ് 10-ാം തീയതി ഫ്ലൈറ്റ് കയറി ഞാൻ വന്നു. ഒമാനി വന്നത്. ഇവിടെ വന്ന് 10 മാസം കൊണ്ട് ഡിഫൻസിന്റെ ഹെഡ് ക്വാർട്ടറിന്റെ പ്രൊജക്റ്റ് ആയിരുന്നു ഈ ബ്രിട്ടീഷ് കമ്പനിയുടെ റിസേലിന്റെ. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അതെ. പക്ഷെ അത് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് അന്ന് ഞങ്ങള് മെയിൻ്റനൻസ് അല്ലേ, ഞാൻ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ അന്ന് ഇത് കൺസ്ട്രക്ഷൻ വർക്കായിരുന്നു. അതെ. രാവിലെ സായിപ്പ് ഒരു ബ്ലൂ പ്രിന്റ് പ്ലാൻ എടുത്തിട്ട് പറഞ്ഞു ഈ ബിൽഡിങ്ങിന് ഈ കോൺക്രീറ്റ് പൈപ്പ് ഇടാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ദൈവസേനയിൽ വെച്ച് പ്രാർത്ഥിച്ച് ദൈവം അതിനുള്ള ബുദ്ധി ഞാനും തന്ന് വർക്കൊക്കെ ചെയ്ത് അങ്ങനെ 10 മാസം ഞാൻ വർക്ക് ചെയ്തോളൂ. ചെയ്തപ്പോഴാണ് എനിക്ക് അമേരിക്കൻ കമ്പനിയിലെ FMC എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി, ഇവിടുത്തെ ഒമാന്റെ സ്പോൺസർ ബൈ ഒമാൻ, രാജാവിന്റെ ഡയറക്ടർ ഉള്ളൊരു ഡെവലപ്മെന്റ്, അതായത് ഈ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി സ്പെഷ്യൽ. അന്ന് ഇവിടെ മിനിസ്ട്രി ഇല്ല. അപ്പൊ ഇത് 74 ജൂണിലെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ അന്ന് റിസൈൻ ചെയ്ത് ഈ കമ്പനിയിൽ വന്നു 74-ലെ ഇവിടെ വന്ന് അങ്ങനെ ഈ സോഹാറിൽ ഇവിടെ വരുന്നത്. ഇപ്പൊ അങ്കിൾ ഇതിനിടയ്ക്ക് ചോദിക്കുക, എനിക്ക് തോന്നുന്നു ഒമാനിലെ OPA ചർച്ചൊക്കെ ഏകദേശം ആ കാലത്താണ് അതും അവിടെയായിരുന്നു പോകുന്നത്. ഞാനിവിടെ 73 മെയ് 12-ാം തീയതി ഇവിടെ ലാൻഡ് ചെയ്ത് 73 ആഗസ്റ്റ് മാസം, മെയ് 12 കല്യാണമായി. ഓഗസ്റ്റ് 10 ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ എന്നെ സ്വീകരിച്ചത് ഒരു ബ്രദർ. അന്ന് ഇവിടെ ബ്രദറുകാരും പെന്തിക്കോസുകാരും ജോയിന്റ് ആയിട്ടാണ് മീറ്റിംഗ്. ഓ, അത് ശരി. പെന്തിക്കോസിന്റെ ജോർജ് മഠത്തിൽ എന്ന് പറഞ്ഞ് പാസ്റ്റർ ഫിലിപ്പാപ്പച്ചന്റെ ബ്രദറിലാണ്. ബ്രദറിലെ എന്നെ കൊണ്ടുവന്ന സഹോദരന്റെ ബ്രദറാണ് ബ്രദറിലെ ലീഡർ. അത് തൃശ്ശൂർക്കാരനാണ്. ഓക്കെ. അപ്പൊ ഇവിടെ വന്നപ്പോ ഈ ജോർജ് മഠത്തിൽ എന്ന് പറഞ്ഞ ആള് എന്നെ പറ്റി കേട്ടിട്ടുണ്ട്. ഈ പുള്ളിയുടെ മരുമോനാണ് ഞാൻ പാസ്പോർട്ട് എടുത്തു കൊടുത്ത് ബോംബെയില്. അത് ശരി. ഇപ്പൊ ഇവിടെ വന്നപ്പോ പുള്ളി എന്നെ വളരെ സ്വീകരിച്ചു. അന്ന് എന്നെ ഒരു മോനെ പോലെ ആയിരുന്നു അവര് കുടുംബം അച്ഛനെ എന്നെ നോക്കിയിരുന്നത്. വളരെ അനുഗ്രഹമായി എന്നെ എല്ലാത്തിനും. ഞാൻ താമസിക്കുന്ന ഡിഫൻസ് ക്വാർട്ടേഴ്സ് ഇവിടെ റിസേലായിരുന്നു. പക്ഷെ അന്ന് അവിടുത്തെ ഒരു ഈ കൂട്ടായ്മയിൽ വരാൻ ഒരു സായിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പുള്ളിയുടെ വണ്ടിയിലാണ് ഞങ്ങൾ വരാറുള്ളത്. അപ്പൊ അങ്ങനെ അച്ചായന്റെ ആ കെയറപ്പിലാണ് ഞാൻ അവിടെ അച്ചായന്റെ കുടുംബ വീക്കെൻഡിൽ അവിടെ താമസിക്കും. അങ്ങനെയാണ് ഈ പാസ്റ്റർ PM ഫിലിപ്പ് ഒരിക്കൽ വന്നപ്പോ പറഞ്ഞു, ജോർജ് കുട്ടി ഇങ്ങനൊന്നും പോയാൽ പോരാ, നമുക്ക് സെപ്പറേറ്റ് ഒരു സഭ തുടങ്ങണം പെന്തക്കോസ്ത്. അങ്ങനെ ഈ കുറച്ച് പേരല്ലേ ഉള്ളൂ, ആകെ 15 30 പേരേ ഉള്ളൂ. അപ്പൊ ഇതെങ്ങനെ വിട്ടു പോരാൻ? അതുപോലത്തെ സ്നേഹമായിരുന്നു ബ്രദർ. അപ്പൊ അന്ന് ഈ മലേറിയ പ്രോബ്ലം ഉള്ള സമയം, ആര് വന്നാലും മലേറിയ പിടിക്കും. അന്ന് എനിക്ക് മീറ്റിങ്ങിന് പോകാൻ പറ്റില്ല. അപ്പൊ അച്ചായൻ എഴുന്നേറ്റ് പറഞ്ഞു, ഇവിടെ ബോംബെന്ന് എന്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു സഹോദരൻ വന്നിട്ടുണ്ട്, പുള്ളിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പ്രയാസമായിട്ട് ഒരു സെപ്പറേഷൻ വേണം, അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ആഴ്ച തൊട്ട്. അങ്ങനെ അച്ഛൻ ആ ഒരു പറഞ്ഞു. അങ്ങനെയാണ് OPA തുടങ്ങാനുള്ള ഒരു ചാൻസ് വന്നത്. നമ്മൾ ആ ആഴ്ച സഭായോഗത്തിന് പോകാതെ വന്നപ്പോൾ അതെ അതിനെ കുറിച്ചൊരു പരാമർശം ഉണ്ടായിട്ട് ഒരു വേർപെട്ടൊരു ആരാധന വേണമെന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് OPA 73. അതെ.
ഈ ചരിത്രം എല്ലാം കണക്റ്റായി കിടക്കും. പക്ഷെ ഇതൊന്നും വെളിയിൽ ആർക്കും അറിയത്തുമില്ല. ആ. പക്ഷെ ഈ ഫോട്ടോ എടുത്ത് ഞാൻ മാത്രമേ ഉള്ളൂ അന്ന്. കാരണം അത് ദൈവകൃപയാല് സാമ്പത്തികമായിട്ടൊക്കെ ദൈവം എനിക്ക് നല്ല ഏത് ഫോട്ടോ? ഒപിയുടെ ആ ഫോട്ടോ എന്റെ ഞാനാ എടുത്തത്. ഇവിടെ ആർക്കും അത് ശരിയാ. ഓക്കെ. പാസ്റ്റർ വന്നപ്പോ തന്നെ സണ്ണി ആൽബം ഒന്ന് കാണിച്ച് കുറെ ആൽബം തന്നു. ഇത് ചരിത്രം ഉറങ്ങുന്ന ആൽബങ്ങളാണ്. സാൻഡിയോട് പറഞ്ഞു ഈ ആൽബം ഒക്കെ കണ്ടോളാൻ പറഞ്ഞു. ഇതിനകത്ത് മുഴുവൻ പിക്ചേഴ്സ് ആണ്. ഇത് ഒപിയുടെ ഫോട്ടോയാണ്. ആരംഭകാലത്ത് അല്ലേ? അതെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇത് ചരിത്രം ഉറങ്ങുന്ന ഇയാളാ മരിച്ചത് 2 ദിവസം മുന്നേ. മാത്യു പാസ്റ്റർ, ഒപിയുടെ പാസ്റ്ററായിരുന്നു. ഇത് ഒത്തിരി ചരിത്രങ്ങൾ ഇതിനകത്തോട്ട്, ഒത്തിരി ദൈവദാസന്മാര്, ഈ പറഞ്ഞ സായിപ്പ് വരെ ഇവിടെ അല്ലേ? സായിപ്പിന്റെ വരെ ഫോട്ടോ ഉണ്ട്. ഒത്തിരി ദൈവദാസന്മാർ. എനിക്ക് തോന്നുന്നു ഈ സോഹാറിൽ വന്നിട്ടുള്ള ദൈവദാസന്മാർക്കെല്ലാം ഇവൻ ഓൾ ഓവർ ദ വേൾഡ്, ഇംഗ്ലീഷുകാരായാലും കേരളത്തിലായാലും എല്ലാ ടോപ്പിലുള്ള ആൾക്കാരും. അതെ അതെ. ഞങ്ങൾ കുറെ ഫോട്ടോ കാണിക്കാം കേട്ടോ. ഞാൻ ഫോട്ടോ ആൽബം കണ്ടു. നീ നോക്കട്ടെ ഏതൊക്കെ ഫോട്ടോ നമുക്ക് ഇതിനകത്തൊന്ന് കാണിക്കാൻ പറ്റുന്നതെന്ന് നോക്കട്ടെ. ദൈവത്തിന്റെ സ്തോത്രം ചെയ്യും. ശരി. അപ്പോൾ അന്ന് ക്യാമറ ഉണ്ടായിരുന്നു കഴിഞ്ഞു. അന്ന് എനിക്ക് 35 ഇലക്ട്രോ 35 എന്ന് പറഞ്ഞൊരു ക്യാമറ. ഞാൻ പറഞ്ഞില്ല അന്ന് ദൈവകൃപയാലെ ഫിനാൻഷ്യലായിട്ട് നല്ല സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ നല്ല ഇതിലെ ക്യാമറ ഇപ്പോഴും നാട്ടിൽ ഇരിപ്പുണ്ട്. ക്യാമറ ഒരു ഹോബിയായിരുന്നു ഫോട്ടോ. ശരി. അപ്പൊ മസ്കറ്റിൽ വന്നിട്ട് പിന്നെ സോഹാറിലേക്ക് മാറി. സോഹാറിൽ ഞാൻ പറഞ്ഞില്ലേ ഈ 10 മാസം വർക്ക് ചെയ്തുള്ളൂ മസ്കറ്റില്. പിന്നെ ഈ അമേരിക്കൻ, അതായത് ഇവിടുത്തെ സുൽത്താന്റെ ഡയറക്ടർ ഒരു കമ്പനിയിലേക്ക് മാറുകയാണ്. കമ്പനി അല്ലാതെ ഗവൺമെന്റ് തന്നെയാണ്, പക്ഷെ മാനേജ് ബൈ അമേരിക്കൻ. ഓക്കെ. അവര് ഡെവലപ്പ് ചെയ്യാൻ എടുക്കാനാണ്. ഇവിടെ ഡയറി ഫാമും, സലാലയിലെ ഡയറി ഫാമും, ഇസ്വേലും റസ്താക്കിലും ഈന്തപ്പഴത്തിന്റെ ഫാക്ടറി, ഈ 4 അവരുടെ പ്രൊജക്ട്. അതെ. ഞാൻ ആദ്യം വന്നപ്പോൾ അങ്കിൾ എന്നെ ഇവിടെ ഒരു അഗ്രികൾച്ചറൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഫാമിൽ കൊണ്ടുപോയായിരുന്നു. അതായത് ഇവിടുത്തെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ആയിരുന്നു അത്. എന്നെ കൊണ്ട് കാണിച്ചായിരുന്നു ഈ മാങ്ങായൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലം. അത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി ഫാംസ് ഇതുപോലെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ അബുദാബി ഷെയ്ഖിന്റെ വലിയൊരു ഫാം ഉണ്ട്, വലിയ ഫേമസ് ആണ്. അത് അധികം അങ്ങനെ ആൾക്കാരെ ഉള്ളിൽ കയറ്റത്തില്ല. വളരെ ഞങ്ങളുടെ അഗ്രികൾച്ചർ അണ്ടർ സെക്രട്ടറി വന്നപ്പോ തന്നെ ഞാൻ കൊണ്ട് കാണിച്ചു. സോഹാറിലെ കഥകൾ കേൾക്കാം. സോഹാറി വന്ന് ഇവിടെ ഒരു അനുഭവങ്ങളൊക്കെ കേൾക്കാം. ഇവിടെ 74 ഓഗസ്റ്റ് 10 സോഹാറി വന്നത്. സോഹാറി വന്ന് അതിന് മുന്നേ ഒരു സാക്ഷ്യം കൂടി മെയിനായിട്ടുള്ളത്, ഇവിടെ ഒമാന്റെ നേഴ്സിംഗ് ബ്ലോക്ക് ചെയ്തിരിക്കായിരുന്നു. ഇവിടുത്തെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നേഴ്സിംഗ്സിന് വിടത്തില്ലായിരുന്നു, ഒമാനിലേക്ക് വിടത്തില്ലായിരുന്നു. അപ്പോൾ ഈ 74 ഞാൻ വർക്ക് ചെയ്യുന്ന ഈ ബ്രിട്ടീഷ് കമ്പനിയിൽ ഞാനായിരിക്കുമ്പോൾ അവിടുത്തെ ഒരു എഞ്ചിനീയർ പാകിസ്ഥാനിയായിട്ട് പരിചയപ്പെട്ടപ്പോൾ, പാകിസ്ഥാനില്ല, പഞ്ചാബി. ആ പഞ്ചാബിയുടെ കസിനായിരുന്നു അന്നത്തെ ഇവിടുത്തെ ബ്രിട്ടീഷ് ഇന്ത്യൻ അംബാസഡർ. അന്ന് ഇന്ത്യൻ എംബസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ശോഷിച്ചു വളരെ രീതിയിൽ, അത് സ്റ്റാഫ് ഒന്നും ഇല്ലാത്ത രീതി. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെടാനിടയായി. അങ്ങനെ അന്ന് ഒന്നുമില്ല, പരിചയപ്പെട്ടെന്നുള്ളൂ. പിന്നെ ഞാൻ തന്നെ ഒരു തീരുമാനം എടുത്തു. അന്ന് മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ മിനിസ്ട്രി ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഈ ഒരു ബ്രിട്ടീഷ് ലേഡിയാണ് എൻ്റെ ഡയറക്ടർ, ശ്രീ പ്രായമുള്ള. ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ തന്നെ ഒരു, അന്ന് വണ്ടിയും സൗകര്യമൊന്നും ഇല്ലെങ്കിലും ഒരു തൊപ്പിയൊക്കെ വെച്ച് ഞാൻ ഈ ഓഫീസിലോട്ട് കയറി ചെന്നു. അപ്പോൾ സെക്രട്ടറി ഒരു മലയാളിയാണ്. പക്ഷെ എല്ലാവരും പറഞ്ഞു ഈ മദാമ ഗെറ്റ് ഔട്ട് ചെയ്യും, ആരൊന്നും കയറ്റത്തില്ല. ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ചെന്ന് പറഞ്ഞ, എൻ്റെ വൈഫ് ക്വാളിഫൈഡ് നേഴ്സാണ്, എനിക്ക് കൊണ്ടുവരാനുള്ള സ്റ്റാറ്റസ് ഇല്ല, അതുകൊണ്ട് മാഡം എന്തെങ്കിലും സഹായിച്ചാൽ എനിക്ക് നന്നായി. Of course, your government is blocked.
വി കനോട്ട് ഡു എനിത്തിങ്. ഉം. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഉം. പിന്നെ ഗവൺമെന്റ് ഇതാണെങ്കിൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇങ്ങനെ ഈ അംബാസഡറായിട്ടുള്ള ഇത് ഞാൻ ഉടനെ ഒരു അന്ന് വണ്ടി സൗകര്യം ഉള്ളതുകൊണ്ട് ഈ ലാൻഡ് റോവർ എന്ന് പറഞ്ഞുള്ളൊരു വണ്ടി പിടിച്ച് ഉം. അന്ന് മസ്കറ്റിലാണ്, രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ അടുത്തൊരു ഓഫീസിലാണ്. ഉം. അവിടെ ചെന്ന് ഇങ്ങനെ അവതാർ സിംഗ് എന്നങ്ങണ്ട പേരെന്നാണ്, ഉം. ഉം. താടിയൊക്കെ വെച്ച് പുള്ളിയോട് ഇങ്ങനെ ഉം. പറഞ്ഞു, നീ അവരോട് പറ ഉം. അപ്പോയിൻമെന്റ് തരാൻ പറയാം ഉം. ഈ മാഡത്തിനോട്. ഉടനെ തിരിച്ച് ഇവിടെ വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു അപ്പോയിൻമെന്റ് തരികയാണെങ്കിൽ എൻ്റെ അപ്പോയിൻമെന്റും കൊണ്ട് അംബാസഡർ അടുക്ക് ചെന്ന് അന്നേരം ഉം. തന്നെ പുള്ളി ഉം. അത് സൈൻ ചെയ്ത് തന്നു, നോ ഒബ്ജക്ഷൻ. ഉം. ഇവിടെ കൊണ്ടുവന്നു. അന്ന് 10 പേർക്ക് ആ കെയറോപ്പിൽ നേഴ്സസിന് അവിടെ അപ്പോയിൻമെന്റും കിട്ടി. ഉം. അന്ന് തൊട്ട് ഈ നേഴ്സസിന്റെ ആ പ്രോബ്ലം തീർന്നു. സുഖമായി. അപ്പൊ അങ്ങനെ നേഴ്സസിന്റെ 2 കാര്യങ്ങൾ ഞാൻ നടക്കാൻ വയ്യാത്ത, ഒന്ന് പാസ്പോർട്ട് ബ്ലോക്ക് ആയിരുന്നു. ഉം. നേഴ്സസിനും 73 പാസ്പോർട്ട് ബ്ലോക്ക് ആയത് അത് ശരി. ഒരു ഞാൻ പറഞ്ഞതിന് ഉദ്ദേശം അതെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അതെ. പക്ഷെ നാം വിശ്വസ്തനാണെങ്കിൽ ദൈവം അതെ, പ്രവർത്തിക്കാൻ. ദൈവത്തിന്റെ പ്രവൃത്തി. അതാണ് എൻ്റെ ഓരോ കാര്യങ്ങളും ഓരോന്നെല്ലാം ഉം. ഓരോ വിശ്വസ്തോടു കൂടിയാണ് ദൈവം. കാരണം അസാധ്യങ്ങൾ സാധാരണക്കാർക്ക് സംഭവിക്കുന്നതല്ല ദൈവം. ഉം. അതിനു വേണ്ടി അതാണ് ആ പറഞ്ഞു വന്നതിൻ്റെ ആ സാക്ഷ്യം. അതെ, അതെ. അങ്ങനെ ഇവിടെ വന്ന് സോഹാറി വന്നപ്പോൾ ഉം. എനിക്ക് അന്നത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ പ്രാർത്ഥന. അങ്ങനെ ഇപ്പോഴാണ് ഇവിടെ ഹോസ്പിറ്റൽ, അന്ന് വളരെ ചെറിയൊരു, അന്ന് ഇവിടെ കറണ്ടൊന്നുമില്ല. ഉം. ഇവിടെ ഞങ്ങൾക്ക് പിന്നെ 24 മണിക്കൂറും, കാരണം അമേരിക്കൻ സ്റ്റാൻഡേർഡാണ്, അതെ. ഫുഡും കാര്യങ്ങളും എല്ലാം ഒരു കുഴപ്പമില്ല. ഉം. പക്ഷെ വെള്ളമില്ല, ഉം. റോഡും ഇല്ല, ഉം. ഇവൻ ഒന്നുമില്ല ഇവിടെ, സ്വാറിലൊന്നും ഇല്ല, ഒന്നും ഒന്നുമില്ല, നത്തി. ഉം. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ 60 പേർക്കുള്ള ഒരു ബെഡുള്ള ഒരു ഹോസ്പിറ്റലാണ്. ചെറുതായിട്ട് അന്ന് രാജാവ് അന്ന് എടുത്തപ്പോൾ എല്ലായിടത്തും ഒരേ ഈ ഒമാനിലെ ഒരേ ബ്ലോക്കിൽ ഇങ്ങനെ ഒരേ പാറ്റേണിലുണ്ടാക്കി. ഉം. അന്നൊരു മാട്രനായിട്ടുള്ള ബോംബെയിലുണ്ടായിരുന്ന മേരിക്കുട്ടി ഐസക് എന്ന് പറഞ്ഞിട്ട് വാടിയ ഹോസ്പിറ്റലിന്റെ മാട്രനായിരുന്നു. ഉം. പുള്ളിക്കാരത്തിയായിരുന്നു ഇവിടുത്തെ മേറ്റനായി വന്നു. മാട്രനായിരുന്നു. ഉം. അങ്ങനെ ഞാൻ പരിചയപ്പെട്ട് ഉം. ഞങ്ങൾ ഉം. ഒരു അത് അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഉം. ഒരു സോഹാർ കിച്ചൻ ഫെലോഷിപ്പ്. ഉം. പക്ഷെ എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു, ഉം. എല്ലാ മതക്കാരും ഉണ്ടായിരുന്നു. ശരി. ആ ഡോമെട്രി എന്ന് പറഞ്ഞിട്ട് ഈ നേഴ്സസിന് വലിയൊരു ഡോമെട്രി ഉണ്ടായിരുന്നു. അത് ഏത് വർഷം? 74-ലാണോ? 74 സ്റ്റാർട്ട് ചെയ്ത്. ഉം. പക്ഷെ വിഷം എന്ന് പറഞ്ഞല്ല, അന്ന് എനിക്ക് 26 വയസ്സേ ഉള്ളൂ. ഓ. ഈ സൺഫാം എന്ന് പറയുന്നത് രാജാവിന്റെ കൊട്ടാരത്തിന് അടുത്തുള്ളതാണ്. ഉം. അവിടെ നിന്ന് വേണം ഇവിടെ സോഹാർ ഹോസ്പിറ്റലിൽ വരാനായിട്ട്. ഉം. പക്ഷെ സാഹിബിനോട് പറഞ്ഞപ്പോൾ സാഹിബ് വണ്ടി ഒരു ഡ്രൈവറും തന്നു കൊണ്ടു. ഉം. ചില സമയത്ത് ഡ്രൈവർമാർ വരത്തില്ല എന്നെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട്. ഉം. പക്ഷെ അന്ന് ഇവിടെ ഒന്നും ലൈറ്റും ഇല്ലല്ലോ. ഉം. രാത്രിയായി കഴിഞ്ഞാൽ ലൈറ്റും ഇല്ല, ഒന്നുമില്ല, ഒരു ഇതും ഇല്ലാത്ത സമയത്താണ്. പക്ഷെ 45 മിനിറ്റ് 7 കിലോമീറ്റർ ഉം. 2 പ്രാവശ്യം നടക്കേണ്ടി വന്നു. ഓക്കെ, 7 കിലോമീറ്റർ. 7 കിലോമീറ്റർ. ശരി. അതും ലൈറ്റും ഇല്ല, ഒന്നുമില്ല. പക്ഷെ നമ്മുടെ ആ 26 വയസ്സിന്റെ ബ്ലഡ് അതാണ്, അന്ന് പേടിയില്ല, ഒന്നുമില്ലാതെ. പക്ഷെ സ്പിരിറ്റ് നമ്മുടെ ഇതിലേക്ക് എടുക്കല്ലേ. അതെ. ഞാൻ പറഞ്ഞ അന്ന് അത്തത്തെ അന്ന് ചിന്തിച്ചതാണ്. ഈ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, ഇപ്പം നേരത്തെയൊക്കെ ഈ ഒമാനിലൊക്കെ വന്നവർ ഇവിടെ ഈ വാദികളൊക്കെ പെട്ടെന്ന് വെള്ളം അതെ, അതെ, അതെ. വഴിയെല്ലാം അതൊക്കെ ഇവിടെ ബ്ലോക്ക് ഒത്തിരി പോയി അല്ലേ? അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, ഉണ്ട്. മടങ്ങി വരാൻ പറ്റാതൊക്കെ വാതി കയറിയ അനുഭവം ഒത്തിരി ചരിത്രം പറയാനുണ്ട്. ഒത്തിരി ചരിത്രമുണ്ട്. ഒത്തിരി പേര് അതിനുള്ള ഇത് ചെയ്യാനും ചാൻസിട്ടുണ്ട്. ആ, ശരി. അപ്പൊ 74-ൽ നമ്മളൊരു ഒരു ഐക്യ കൂട്ടായ്മ തുടങ്ങി. അത് 87 വരെ ഈ എല്ലാത്തിൻ്റെയും റെപ്രസെൻറ്റേറ്റീവ് ഞാനായിരുന്നു. തിരുമേനി വന്നാലും ബിഷപ്പ് വന്നാലും ഈ ഇംഗ്ലീഷുകാർ വന്നാലും ഇവരൊക്കെ വീട്ടിൽ താമസിപ്പിക്കലും ഇവരെല്ലാം മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയായിരുന്നു.
പിന്നീട് എപ്പോഴാണ് നമ്മളിപ്പോൾ ഈ ഒരു സ്വഹാർ പെന്റിക്കോസ്റ്റൽ അസംബ്ലി അതിന്റെ അല്ല, പേര് അതിലും മുന്നേ ഇത് ചിന്തിച്ചതായിരുന്നു മെയിനായിട്ട് എല്ലാവരും സഹകരിച്ച് ഉം, തുടങ്ങാനായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇനിയൊരു മൈൻഡ് വന്നു, ഇവിടെ കുറേ വിശ്വാസികളെ കൊണ്ടുവരാനും പാവപ്പെട്ടവർക്ക് വേണ്ടി ജോലി കൊടുക്കാൻ. അങ്ങനെ ഞാനൊരു ചെറിയ ബിസിനസ് ഷോപ്പ് തുടങ്ങി. ശരി. ഇവിടെ സോഹാറിലെ ഏറ്റവും വലിയ 7 ഗ്രൂപ്പ് ഓഫ് ഷോപ്സ് ഉണ്ടായിരുന്നു. 25 ജോലിക്കാരും ഉണ്ടായിരുന്നു. അത് ശരി. വിശ്വാസികളാണ്. ആഹാ. അന്ന് ഉള്ള ആൾക്കാർ ഇന്നും ഒമാനിലുണ്ട്, ഉം, അമേരിക്കയിലുണ്ട്, UK-യിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. എല്ലാം നല്ല നില വന്നിട്ടുണ്ട്. അതെ. പക്ഷെ ലക്ഷ്യം ഇതായിരുന്നു, ചർച്ചിനും വിശ്വാസികളും പാവപ്പെട്ടവരെ ആളുകൾക്ക് ഒരു അവസരമാവും. അങ്ങനെ ഞങ്ങൾ ഈ ഇംഗ്ലീഷ് കോൺഗ്രേഷൻ ഇരിക്കുമ്പോൾ ഈ ഐക്യകൂട്ടായ്മ ഇംഗ്ലീഷ് കോൺഗ്രേഷൻ അത് അങ്ങനെ ഇപ്പൊ അറിയപ്പെടുന്നത് അങ്ങനെയാ, സോർ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്നാണ്. ഓക്കെ, ഇപ്പോഴും അതുണ്ട്. ഇപ്പോഴും ഉണ്ട്. ഓ ശരി. ഇപ്പോഴും ഉണ്ട്. അന്ന് കൊണ്ടുവന്നതാണ് ജോർജ് കെ സാമുവൽ എന്നാണ് ഈ ഫൗണ്ടറിന്റെ മരുമാന. ഉം, പുള്ളി അറിയപ്പെടും, കാരണം പുള്ളി ഇപ്പൊ സീനിയറാളാണ് OPR. ഉം, ഇപ്പൊ നാട്ടിൽ പോയിരിക്കാന്ന് തോന്നുന്നു. അപ്പൊ ഈ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ പോയാൽ പോരാ, നമുക്കൊരു സഭ തുടങ്ങണ്ട. അപ്പൊ എനിക്ക് തന്നെ എല്ലാവരും പിന്നെ അച്ചായനെ വന്ന് ഞങ്ങൾ 3-4 പെന്തിക്കോസ്തുകാരും ഉള്ളവർ ഒരു പുള്ളി ഇവിടെ വന്ന് മീറ്റിംഗ് നടത്തിച്ചാ പോണ്, തിരുവത്താഴൊക്കെ തന്ന്. പിന്നെ ഞങ്ങൾ അവിടെ വീക്കെൻഡിൽ അവിടെ പോവുകയും ചെയ്യും. അതെ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ 78-ലെ ഉം, സോഹാർ പെന്തിക്കോസ്റ്റ് അസംബ്ലി 78 സ്റ്റാർട്ടാവും. അപ്പൊ അതിലേക്ക് മുന്നേ എൻ്റെ ഒരു ദൗത്യമായിരുന്നു, ഇവിടെ ഒരു ചർച്ച് വേണം, ഒരു എയർപോർട്ട് വേണം, എൻ്റെ മരണം ഇവിടെ തന്നെ ആയിരിക്കണം. ഈ 3 കാര്യം ഞാൻ പ്രാർത്ഥിച്ചു. 2 കാര്യം സാധിച്ചിരിക്കുകയാണ്. അതെ. എയർപോർട്ടും വന്നു. എയർപോർട്ടും വേണം, ഇന്റർനാഷണൽ എയർപോർട്ടും വന്നു. സോഹാറിലെ എല്ലാ ചർച്ചുകൾക്കും ആരാധിക്കത്തക്ക ഒരു വർഷിപ്പ് സെന്റർ ഉണ്ടായി. അത് ഏത് വർഷമാണ്? അത് ഈ പറഞ്ഞ 1990-ല് എനിക്ക് രാജാവ് ഇവിടെ ഒരു ചെറിയൊരു പാലസായിരുന്നു, 2 റൂം ഒരു ഹോളോ ഒരു ചെറിയ ജനറേറ്റർ, 3 AC വർക്ക് ചെയ്യാവുന്ന ജനറേറ്ററാണ്. അവർക്ക് ടീമൊക്കെ ഉണ്ട്. ചിലപ്പോൾ പുള്ളി ഒറ്റയ്ക്ക് ഒരു ന്യൂസും ഇല്ലാതെ ഇങ്ങ് വരും, ആരോടും പറയാതെ. അതിൻ്റെ ഒരു ഒരു ജർമ്മൻ സായിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അടുത്ത ഫാം ഞാൻ താമസിക്കുന്ന ഫാമും ഈ ഇതൊക്കെ അടുത്തടുത്താണ്. അന്ന് കുറച്ച് പേരല്ലേ ഉള്ളു, എപ്പോഴും ആൾക്കാരായിട്ട് കോണ്ടാക്ട് ഉള്ളതുകൊണ്ട്. അപ്പം ഈ സായിപ്പായിട്ട് ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ ഈ സായിപ്പ് എന്നെ വിളിക്കും. അപ്പൊ ഞാൻ ചെന്നാ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക ജനറേറ്റർ. അപ്പൊ രാജാവ് വരും, അങ്ങനെ കൈ കാണിക്കുന്നു. അങ്ങനെ നേരിട്ട് കാണാനൊക്കെ പറ്റുമോ? നമ്മുടെ ഇതിക്കൂടല്ലേ. അന്ന് ഈസിയാ. അന്ന് കാലത്ത് ഇതുപോലത്തെ സെക്യൂരിറ്റി ഒന്നുമില്ല. എല്ലാ മിനിസ്റ്റേഴ്സ് ആയാലും വളരെ ഈസിയാ. ഇവിടുത്തെ വാലി ഞങ്ങളുടെ വീട്ടിൽ വരും. ഒരു വാലി, റസ്താക്കിലെ വാലി, ഞാൻ റസ്താക്കിൽ ചെന്നിട്ട് അവരുടെ വീട്ടില് കറണ്ടിന്റെ എന്തോ പ്രോബ്ലം വന്നപ്പോൾ ഞാൻ അന്ന് ഞങ്ങളുടെ കമ്പനി വർക്കിന് പോയപ്പോൾ അവിടെ ചെന്നോ ചെയ്ത് കൊടുത്ത് പുള്ളി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നപ്പോൾ ഒരു ദിവസം സെക്യൂരിറ്റി ആയിട്ടുണ്ട്. ഞാൻ താമസിക്കുന്ന ക്യാമ്പിൽ വന്നിട്ട് അന്ന് അത്ര ഒരു ഇതാണ്, ഇന്നത്തെ പോലെ അല്ല. അപ്പൊ വാലി എന്ന് പറയുമ്പോൾ പോലീസ് ഓഫീസറാണ് വാലി എന്ന് പറഞ്ഞ ഇവിടുത്തെ ഗവർണർ. അന്ന് ഗവർണർ അവിടെ ഭരിക്കുന്നത്, പോലീസും ഇതൊന്നും അല്ല. ശരി. പുള്ളിയാണ് ഇവിടുത്തെ എല്ലാം. ശരി. ഞാനിവിടെ വന്നപ്പോൾ ഈ കറണ്ടിന്റെ പ്രോബ്ലം, ഇവർക്കൊക്കെ എല്ലാത്തിനും പ്രോബ്ലം കറണ്ടിന്റെ ഉള്ളതുകൊണ്ട് ഞാനിതൊക്കെ ചെയ്ത് കൊടുക്കണം. നമ്മൾ വളരെ ഒരു ഹീറോ. ഞാൻ ഇവിടുത്തെ ആക്ച്വലി സോഹാറിന്റെ വെളിച്ചം ഞാനന്ന് ഒരു അറബി ഒരു പ്രോഗ്രാം നടത്തിയപ്പോ വിളിച്ചു പറഞ്ഞു. ശരി. കാരണം നമ്മൾ ഇലക്ട്രിക്കലിന്റെ ആളായതുകൊണ്ട് സോഹാറിന്റെ വെളിച്ചം അതെന്നെ പറഞ്ഞ ശരിക്കും സോഹാറിന്റെ വെളിച്ചോ നമ്മള് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അല്ലെ ലോകത്തിന്റെ വെളിച്ചമാക്കി അയച്ചിരിക്കുന്ന ആളെന്ന നിലയിൽ ഒരു മീറ്റിംഗില് ഞങ്ങൾ ചെയ്തതാ ഉമ്മാനികള്. അതെ.
സോഹാറിന്റെ വെളിച്ചം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാജാവ് ഒരിക്കൽ വന്നപ്പോൾ ഈ സായിപ്പും ഇല്ലായിരുന്നു. സായിപ്പ് അങ്ങ് റൂമിൽ മീറ്റിങ്ങിന് പോയി. മീറ്റിങ്ങിന് പോയപ്പോൾ തിരക്കിപ്പോൾ പറഞ്ഞു, സായിപ്പ് പറഞ്ഞു ഞാൻ അങ്ങനെ മറിച്ച്. അപ്പോൾ പറഞ്ഞു ശരി, നിങ്ങൾ ഒരു ലെറ്റർ താ ചെന്നാൽ. അങ്ങനെ 90-ൽ ഞാൻ പ്രൊട്ടസ്റ്റന്റ് ചർച്ചിൻ്റെയും സായിപ്പ് കത്തോലിക്ക ചർച്ചിൻ്റെ ആയിട്ട് ലെറ്റർ കൊടുത്തു. അതായത് സായിപ്പ് ഇല്ലാത്തൊരു സമയത്ത് രാജാവുമായിട്ട് നമുക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി, ഇല്ലേ? അല്ല, എനിക്കായിട്ടല്ല. അല്ല, രാജാവ് തിരക്കിപ്പോ ആ. ഇങ്ങനെ ഇവിടെ ചർച്ചയില്ല, ഞങ്ങള് മീറ്റിങ്ങിന് പോയിരിക്കാന്നുള്ളത്. ഓ, നിങ്ങള് രണ്ടുപേരും പോയേക്കോ, നിങ്ങൾ രണ്ടുപേരും മീറ്റിംഗ് പോയേക്കുവാണെന്ന് രാജാവ് പറഞ്ഞു. പ്രൊട്ടസ്റ്റന്റ് ചർച്ചിൽ നിന്ന് വേറെ ഞാൻ ഇവിടെ എഴുതി കൊടുത്ത 500 പേരുണ്ട്. സായിപ്പ് കത്തോലിക്ക ചർച്ചിനും കൊടുത്തു. 90-ൽ എഴുതി കൊടുത്തു. 92-ല് രാജാവ് സ്ഥലം 6000 സ്ക്വയർ ഫീറ്റ്, അന്നത്തെ 6000 റിയാല്, അതിനൊരു സ്ക്വയർ മീറ്ററിന് 1 റിയാൽ ടാക്സ് ഉണ്ട്. അതും പുള്ളിയുടെ ഫണ്ടിൽ നിന്ന് കൊടുത്ത്, രാജാവിന്റെ ഫണ്ടിൽ ഞങ്ങൾക്ക് തന്നു. അങ്ങനെ 3000 പ്രൊട്ടസ്റ്റന്റും 3000 കത്തോലിക്കനും. അതെ, ഞാൻ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി പറയാണ്. ഇത് പക്ഷെ ഇതൊന്നും ആർക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. പക്ഷെ എൻ്റെ പാസ്റ്റർ അന്ന് ഒത്തിരി ഞാൻ ദൈവനാമത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ട് പറയല്ല, ഇതൊന്നും ഒരാൾക്ക്, പക്ഷെ ദൈവമുണ്ട്. അതെ, ഒന്ന് വ്യക്തത വരുത്താൻ വേണ്ടി പറയാ. ചന്ദ്രബോസങ്ങള് പറഞ്ഞത്, രാജാവ് ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ആ സായിപ്പും ചന്ദ്രബോസങ്ങളും ഒക്കെ മസ്കറ്റി മീറ്റിങ്ങിന് പോയേക്കുക. അപ്പൊ രാജാവ് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് മസ്കറ്റി മീറ്റിങ്ങിന് പോകുന്നത്? ഇവിടെ നിങ്ങൾക്ക് സോഹാറിൽ എന്തുകൊണ്ടാണ് പ്രാർത്ഥനയില്ലാത്തത്? അപ്പോഴാണ് രാജാവ് പറയുന്നത്, ഇവിടെ ഒരു പ്രാർത്ഥനാ സ്ഥലം ഇല്ലെന്നാണ്. അപ്പൊ രാജാവ് 6000 സ്ക്വയർ ഫീറ്റ് സ്ഥലം അനുവദിച്ചു തന്നു. നിങ്ങൾ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തു. സത്യത്തില് ഈ ഞാൻ ഇന്നലെ ദൈവം ഒരു വഴികൾ ഒരുക്കുന്നതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. എന്റെ ഒരാഗ്രഹമായിരുന്നു. അതെ, ഞാൻ ഇന്നലെ എനിക്കൊന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിന് ഗാല ആ ഒരു കോമ്പൗണ്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, നമ്മുടെ രാജ്യത്ത് പോലും ഇല്ലാത്ത ഒരു ഫ്രീഡമാണ് ആരാധനയ്ക്കൊക്കെ ഇവിടെ ഉള്ളത്. നമുക്ക് ഭയം കൂടാതെ ആരാധിക്കാൻ പറ്റുമല്ലോ. ഇന്ന് പല സ്ഥലങ്ങളിലും ദൈവമക്കൾക്ക് ഭയമില്ലാതെ ആരാധിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും പ്രശ്നങ്ങൾ പ്രതികൂലം ലോകവ്യാപകമായിട്ട്. പക്ഷേ ഈ ഒരു ദേശത്ത് ഒമാനിൽ ഭയം കൂടാതെ ആരാധിക്കത്തക്കണം അങ്ങനെയുള്ള സ്ഥലങ്ങൾ മസ്കറ്റിലാണെങ്കിൽ വലിയ. അതെ, അങ്ങനെ 92-ൽ നമുക്ക് ആ സ്ഥലം കിട്ടി. പിന്നെ പണിതൊക്കെ വെച്ചാല് അന്ന് ഇവിടെ ആരും ഇല്ലല്ലോ ഫിനാൻഷ്യലായിട്ട്. പക്ഷെ ദൈവകൃപയില് എനിക്കും ആന്റിക്കും ജോലിയുണ്ട്, ബിസിനസ് ഉണ്ട്. എനിക്കെന്ന് പറഞ്ഞാൽ അത്രയും നല്ല ജോലിയാണ്. ഈ അമേരിക്കൻ എന്ന് പറഞ്ഞ അന്നൊക്കെ ഒരു 60-70 റിയാലൊക്കെ ഒരാളുടെ ശമ്പളമുള്ളു. ഈ ആൾമോസ്റ്റ് 330-400 റിയാൽ ഞാൻ അന്ന് വിത്ത് ഫുഡ് എല്ലാം കഴിഞ്ഞു. ഗവൺമെന്റ് അവരെ മെച്ചതാണ്. കാരണം അത് അമേരിക്കൻ സ്റ്റാൻഡേർഡിലുള്ള അതാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ സ്ഥലം കിട്ടിയപ്പോ ആർക്കും ഇതിന് ഇൻട്രസ്റ്റും ഇല്ല. അപ്പോൾ ഞാൻ എന്നിട്ട് ഇവിടുത്തെ ഈ അച്ഛന്മാരൊക്കെ ഇവിടെ വരുന്നുണ്ടല്ലോ, ഇവരൊക്കെ സ്വീകരിക്കുന്നതും ഇവരൊക്കെ വേണ്ടവർ ചെയ്യണമൊക്കെ ഞാൻ. അപ്പൊ ഞാൻ ഒരിക്കൽ ഒരു മാർത്തോമ അച്ഛനെ കാണാൻ പോയി മസ്കറ്റ്. PhD ഉള്ള അച്ഛനാ. അച്ഛൻ പറയാ, ഓ സോഹാറിലിപ്പോ എന്താ പണിയാനാ, ആരുണ്ട് ഇവിടെ, ആരും അതിന് പൈസ മുടക്കുക തന്നെ, അത് പണിതില്ലെങ്കിൽ ആ ആവശ്യം തീരും. അന്നാ ഞാനൊരു ഇതാക്കി ഇവിടെ വന്നു. ഇവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടർ സുന്ദർലാൽ ബാബു. നല്ലൊരു ഡെഡിക്കേറ്റഡ് ഡോക്ടറായിരുന്നു. പുള്ളി എനിക്ക് വളരെ സപ്പോർട്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഈ ഇതിൽ ഞാനാ പുള്ളിനെ ചെയർമാനാക്കിയത്. ഈ ഇംഗ്ലീഷ് അന്ന് ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ചെയർമാനാക്കി പുള്ളി ആക്കി നിർത്തിയതുകൊണ്ട് പുള്ളി വളരെ ആക്റ്റീവ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചു എന്തോ ചെയ്യാൻ നമുക്ക് ഇത്രയും. പിന്നെ 6 മാസത്തിനകത്ത് കോമ്പൗണ്ട് വാൾ വീട്ടിയില്ലെങ്കിൽ രാജാവ് തിരിച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരു നിയമമുണ്ട് ഇവിടെ. ശരി, എനിക്ക് പറയണെങ്കില് നമ്മുടെ ഒരു സഹോദരനെ കൊണ്ട് മറ്റേ കത്തോലിക്കാർ ഈ കോൺവെന്റ് ഷോ അല്ലേ, അവര് ബ്രിട്ടീഷ് കമ്പനിക്കാരെ കൊണ്ട് തന്നെ RCC കോമ്പൗണ്ട് വാളും കെട്ടി അവര് സീൽ ചെയ്ത് വെച്ചു. നമ്മുടെ ഇത് കിട്ടി കഴിഞ്ഞാൽ ആകെ മോശമല്ലേ. അങ്ങനെ ഈ സഹോദരനെ പിടിച്ച് ഞാനൊരു കണക്കിന് ഈ താബുക്ക് വെച്ച് അതുപോലത്തെ സാമ്പിളില് ഒരു മതിൽ കെട്ടി
ഞാൻ പറയാം പഴയ ഏതോ എവിടുന്നാണോ ശരിയോ കേറ്റുണ്ടാക്കി വെച്ച് ഉം. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മസ്കറ്റിലെ ഇംഗ്ലീഷുകാരുടെ ഇടയ്ക്ക് ചെന്ന് പറഞ്ഞ് ഇങ്ങനെ സ്ഥലം കിട്ടിയിട്ടുണ്ട്, ഉം. നമുക്ക് ഒരു കോപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അവരും കൂടി ഇടപെട്ട്, ഉം. പക്ഷെ എന്നിട്ടും ആരും എടുക്കണല്ലേ പണിയെന്ന്. ഉം. പിന്നെ ഞാൻ 1,00,000 ലോട്ടറി ഉണ്ടാക്കി. 1 റിയാലിന്റെ അതെ, ഇവിടെ കൂപ്പൺ കൊടുത്തു. ഓരോ കമ്പനികളിലും പോയി ഇറന്ന് പിടിച്ച് ഓരോ ഗിഫ്റ്റ് വാങ്ങി ഓരോരുത്തര് സ്തോത്രം. 5 ഗ്രാം സ്വർണത്തിന്റെ പിന്നെ അതെ. ആ പിന്നെ ആ കമ്പ്യൂട്ടർ, പിന്നെ ഞാനും ഡോക്ടറും കൂടി ഭവാനെ പോയി കണ്ടു. ആ. അന്ന് സെയ്ദ് ഭവാനെ കണ്ട് പൾസർ കാറ് 2,000 റിയാലിന് പുള്ളിയിൽ ഞങ്ങൾക്ക് തന്നു ഫസ്റ്റ് പ്രൈസിന് വേണ്ടി. അങ്ങനെ വെച്ച് 17 ഐറ്റം വെച്ചൊരു ലോട്ടറി അങ്ങനെ ഉണ്ട്. 1,00,000 കൂപ്പൺ അടിച്ചെങ്കിലും അന്നും ഈ പറഞ്ഞവരെ ആരും അത്ര ഇൻട്രസ്റ്റ് എടുത്തില്ല. എന്നാലും 25,000 രൂപ റിയാൽ ഉണ്ടാക്കി. അങ്ങനെ പിന്നെ ഒരു 15,000 റിയാൽ ഇവിടെ തന്നെ ഞാൻ ഓരോരുത്തർക്ക് കവറടിച്ച്. പിന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ സിസ്റ്റേഴ്സൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മുടെ എല്ലാവരും കൂടി അങ്ങോട്ട് ഒരു 45,000 റിയാൽ നമുക്ക് ഉണ്ടാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പോൾ കണക്ക് പ്രകാരം ഒരു 90,000 റിയാൽ വേണം പള്ളി പണിയാനുണ്ട്. ഇതൊന്നുമില്ലാതെ എങ്ങനെ തുടങ്ങണം? അങ്ങനെ ഇരിക്കുമ്പോഴാ നമ്മുടെ ചർച്ചിന്റെ അവിടുത്തെ മെയിൻ്റനൻസിൽ ഒരു യാക്കോക്കാരൻ, ഒരു ചെറുപ്പക്കാരൻ പരിചയപ്പെടാനിടെ. അവനെ വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇവനെ കൊണ്ടാകുമ്പോൾ കുറേശ്ശെ കാശ് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ അവൻ ആ ഫ്രിൻസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നല്ലൊരു ആക്റ്റീവ് മെമ്പറാണ് മസ്കലിൽ. അവനങ്ങ് യാക്കോയിലും സ്പിരിച്വൽ ഇതായിരുന്നു. അപ്പൊ അവനെ ഞാൻ പറഞ്ഞു, ഒരു സ്ഥാനത്തൊട്ടി നമ്മള് കാശ് കൊടുത്ത് നമ്മൾ തന്നെ ഉണ്ടാക്കിയത് 2,000 റിയാലില് 2,500. അവൻ അന്നും ഇല്ല. ഞാൻ പറഞ്ഞു നിന്നെ ജില്ലയിൽ സ്ഥാനപ്പെടുത്തും. ഞാൻ ചെറുപ്പക്കാരൻ അവനും അവനിന്നിപ്പം ഒപ്പിയറെ മെയിൻ ആളാ. അവന് കല്യാണം അറേഞ്ച് ചെയ്തു കൊടുത്തു. നമ്മുടെ അലക്സ് കെ ജോർജിന്റെ കസിൻ ഒരു സൗകര്യം. അപ്പൊ പറഞ്ഞു സ്നാനത്തൊട്ടി ഉണ്ടാക്കിയപ്പോ നിന്നെ ഇതിനകത്ത് സ്നാനപ്പെടുത്തും. അങ്ങനെ ഞങ്ങള് 93 മീറ്റിംഗ് തുടങ്ങി. 5 വർഷം എൻ്റെ ഭവനം ഈ മീറ്റിങ്ങിൻ്റെ ഇതിലായിരുന്നു. ഓരോ പ്രോബ്ലം ഇതൊക്കെ വെച്ചിട്ട് 96 ചർച്ച സ്റ്റാർട്ട് ചെയ്തു. 97 ഒക്ടോബറിൽ 1,50,000 രൂപ ചെലവായി. 1.5 ലക്ഷം രൂപ. അതുകൊണ്ട് ഇന്ന് അനേകർക്ക് ആരാധിക്കാൻ, അനേക കൂട്ടായ്മകൾക്ക് അതല്ല സ്വാതന്ത്ര്യമായി റെന്റ് എന്തുവാ? വളരെ നിസ്സാര റെന്റല്ലേ ഉള്ളൂ. 1.5 റിയാലും 2 റിയാലൊക്കെ ഉള്ളൂ ഒരു ഇപ്പോഴും. അതല്ലേ ചെറിയ ഹോളുകൾ, വലിയ ഹോളിന് 5 റിയാൽ. അതും 3 മണിക്കൂർ കഴിഞ്ഞാൽ 2.5 ഉള്ളൂ, ഹാഫേ ഉള്ളൂ. പിന്നെ നമ്മൾ പ്ലാൻ അനുസരിച്ച് കിച്ചനും അതിൻ്റെ അതിൻ്റെതായ ഒരേത് ലേഡീസ് റൂം, ഫീഡിങ് റൂം എല്ലാം അറേഞ്ച്മെന്റ് ദൈവം നമ്മൾ ഒരുക്കിയതാ. അതൊക്കെ അന്ന് ആരും ഇല്ല. 21 വർഷം ഞാനായിരുന്നു ട്രസ്റ്റി. 21 വർഷം നമ്മളായിരുന്നു ഇതിന്റെ കംപ്ലീറ്റ്. സുഹാറിൽ വന്ന ശേഷം ഉണ്ടായ മറക്കാനാവാത്ത അനുഭവങ്ങൾ, ദൈവിക ഇടപെടലുകൾ, നേരിട്ട ചലഞ്ചുകൾ, ഇതൊക്കെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ പറയാം. അങ്ങനെയുള്ള അനുഭവങ്ങൾ പറയാം. പ്രത്യേകിച്ചും ചില വ്യക്തികൾ നമ്മുടെ ചർച്ചിൽ വന്ന് വിടുതൽ പ്രാപിച്ചല്ലേ. ചില വ്യക്തികൾ നമ്മുടെ ചർച്ചിൽ വന്ന് വിടുതൽ പ്രാപിച്ചവരുണ്ട്. മുരളി നായരെ പോലുള്ളവർ, അനിൽ പണിക്കരെ പോലുള്ളവർ, അവരൊക്കെ നമുക്കൊന്ന് സാക്ഷ്യം പറഞ്ഞു. അങ്ങനെ കുറെ പേരുണ്ടല്ലോ, എണ്ണാൻ പറ്റാത്തതുപോലെ. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ പറയാം കേട്ടോ. അല്ല, നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെറുതെ അവരെ ഒരു കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കി വിടുകയല്ല. അവരുടെ ഒരു തുറക്ക രൂപത്തിലാക്കുന്നവർ നമ്മൾ സപ്പോർട്ട്. കാരണം ഇപ്പൊ യാക്കോബിന്നോ മാർത്തോമെന്നൊക്കെ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ
ഇതിപ്പോ ഇന്നത്തെ പോലെയല്ല അന്നത്തെ കാലത്ത്. ഉം. 10, 40, 45 വർഷം മുന്നെന്നൊക്കെ പറഞ്ഞു അതെ. കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. അതെ. അന്നേരം നമ്മളതിനു വേണ്ടി പുറകെ പ്രവർത്തിക്കണം. ഉം. ഇവിടെ ഉള്ളപ്പോഴും അന്നൊന്നും ആർക്കും വീടും ഇല്ല, വെള്ളവും ഇല്ല, കറണ്ടും ഇല്ല, ഒന്നുമില്ലെങ്കിലും നമ്മൾ എപ്പോഴും നമ്മുടെ ഇത് അവർക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഉം. അതാണ് അവരുടെ ആ സ്നേഹവും ആ അതെ. നിലനിൽപ്പും. ഉം. നാട്ടിൽ ചെന്ന് ഇവരെ അപ്പനും അമ്മമാരൊന്നും ഇവരെ സപ്പോർട്ട് ഇല്ലാന്നൊക്കെ നമ്മൾ തന്നെ കോണ്ടാക്ട് ചെയ്ത് ഇവൻ കല്യാണം വരെ ഉം. നടത്തി കൊടുക്കേണ്ട അവസ്ഥകൾ പലതും ഉണ്ടായിട്ടുണ്ട്. ഉം. ഈവൻ ഒരു കുടുംബത്തിന് ഒരു ഡൗറി വരെ കൊടുത്ത് ചെയ്യിപ്പിക്കേണ്ടി വന്നു. ഉം. പക്ഷെ കിട്ടി, തിരിച്ച് കാശ് കിട്ടി. ഉം. അല്ല, പക്ഷെ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ട്. അതെ. പക്ഷെ അവര് പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുക. അവരാ കിട്ടിയ സ്നേഹം മനസ്സിലാക്കി അവരും അത്. അതെ. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഈ പ്രവചനം ഉം. ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ആക്കിയില്ല. വലിയവനെ യോനാച്ചാൻ അതെ. പ്രവചനം. 7 കടൽ കടന്നു പോകും. ബുക്ക് ഓഫ് ഹബൂക്കിന്റെ 2-ാം അധ്യായത്തില് ഉം. 3-ാം വാക്യത്തിലുണ്ട്, ഉം. ദർശനത്തിന് ഞാൻ ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് വരും. ബന്ധപ്പെടും. ഉം. അതാണ് ആ സാക്ഷ്യം. 48 വർഷത്തിന് ശേഷമാണ് ഉം. അത് വെളിപ്പെട്ടത്. ഉം. ചിന്തിക്കും, 48 വർഷം. ഓക്കെ. ഞാനത് മറന്നുപോയി. ഞാനത് തന്നെ ചിന്തിച്ചില്ല. കാരണം ഉം. അങ്ങനെയുള്ള ഒരു അവസ്ഥ. ഇപ്പൊ അമേരിക്കയിൽ പോയി അവിടെ ചെന്നപ്പോഴും എല്ലാവരും പറഞ്ഞു ഗൾഫിലെ ഷെയ്ഖ് വന്നിട്ടുണ്ട്, നമുക്കിവിടെ അതെ. അഡീഷണൽ എന്തെങ്കിലും പണി തുടങ്ങാം. അങ്ങനെ അതെ. ഓരോ ചർച്ചകൾക്കാരെ എല്ലാവരും നമ്മൾ അറിയുന്നവരാ. അറിയുന്നതല്ലേ. കാരണം നമ്മൾ വിട്ട ആൾക്കാരും ഉണ്ട്. അതെ. ഈ അത് പറഞ്ഞത് നമ്മുടെ അറ്റ്ലാന്റിക് ചർച്ചക്കോട്ടിലെ പാസ്റ്റർ നമ്മുടെ CV ആൻഡ്രൂസ്. ശിവ് ആൻഡ്രൂസ്. CV ആൻഡ്രൂസ്. പുള്ളി ചെറുപ്പക്കാരനാ. ഇവിടെ ഞാൻ ഇവിടെ ഒമാനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതല്ലേ. പുള്ളി ഡൽഹിയിലായിരുന്നു. CV അപ്പൊ ആൻഡ്രൂസ് ഫസ്റ്റ് പുള്ളി ഉടനെ പബ്ലിക്കായിട്ട് പറയാ, ആ ഭയങ്കര നമുക്ക് അടുത്ത മുകളിലത്തെ കുറച്ചും കൂടി പണിയാണ്. ഞാൻ പറയാ. ദൈവത്തിന് സ്തോത്രം. അപ്പോ അത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ജോൺ സാമുവൽ എന്ന് പറഞ്ഞിട്ട് കലിയാപുരം ഒരു ബൈബിൾ കോളേജൊക്കെ നടത്തുന്ന ഒരു പാസ്റ്റർ ഉണ്ട്. പുള്ളിയുടെ സിസ്റ്റർ ഇവിടെ ഒമാൻ മൈനിക്കലുണ്ട്. നമ്മുടെ കലയപുരം അന്നമ്മേടെ മോൻ. മകൻ. അത് തന്നെ എനിക്ക് മനസ്സിലായി. ഓക്കെ. പുള്ളി ഇവിടെ കുറച്ചാള് ഇവിടെ യോനാസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മീറ്റിംഗിന് വന്നപ്പോ ഇവിടെ ഒരു മാസം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ കൂടെയായിരുന്നു പുള്ളി ഇപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ഈ പ്രവർത്തനവും ഇതൊക്കെ കണ്ട് പുള്ളി വളരെ പഠിച്ച് വളരെ സന്തോഷമായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ അന്ന് ഈ ഈന്തപ്പഴമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് പഴുത്ത ഈന്തപ്പഴമൊക്കെ ആയിട്ട് ഞാൻ പാക്ക് ചെയ്ത് പുള്ളി അമേരിക്കയിൽ വിട്ടു. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോ അവരെ പിടിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ ഫ്രൂട്ട്സ് ഒന്നും ഇവിടെ കൊണ്ടുവരാൻ പാടില്ല, നീ ഇവിടുത്തെ ഒമാൻ സിറ്റിസൺ അല്ലേ, ഈ രാജ്യത്തിനെ ദ്രോഹിക്കെന്നും പറഞ്ഞ് പുള്ളിയെ ബ്ലോക്ക് ചെയ്തോടെ. നീ എവിടെ പോയതാന്ന് പറഞ്ഞു. ഞാൻ ഗൾഫിൽ പോയതാ സുവിശേഷം. എന്തോ ഗൾഫിലെന്തോ സുവിശേഷം എന്നും പറഞ്ഞ് പുള്ളി അങ്ങ് ബ്ലോക്ക് ചെയ്ത് പുള്ളി അങ്ങ് മാറ്റിയിരുന്നു. ശരി. പുള്ളി ആകെയിരുന്ന് അങ്ങ് വേർത്ത് ചെന്ന് എന്തെങ്കിലും പ്രൂഫ് കൊടുക്കണ്ടേ. അന്നേരം പുള്ളിക്കൊരു ഓർമ്മ വന്നു. ഞാനൊരു പ്രൊഫസർ ഇറക്കിയായിരുന്നു ഈ ചർച്ചിന്റെ പ്രോഗ്രാം അനുസരിച്ച്. അത് പുള്ളി എടുത്ത് ഇത് ഇത് സാഹിബിനെ കാണിച്ചപ്പോ സാഹിബ് പറഞ്ഞു ഓക്കെ കറക്റ്റ്, എല്ലാം ഉണ്ട് ഡീറ്റെയിൽ. അന്നേരം പുള്ളി വെളിയിൽ ഇറങ്ങിയിട്ട് ആണ് പുള്ളി ചിന്തിച്ചത്. ഇങ്ങനെ പുള്ളിക്കൊരു ഇത് വന്നു, എന്നെ ഞാൻ ഒറ്റയ്ക്ക് വരത്തില്ല, എൻ്റെ വൈഫിനും കൂടി ഉണ്ടെങ്കിൽ. പക്ഷെ അങ്ങനെ ഒരാഴ്ചക്കകത്ത് വിസ അറേഞ്ച് വിസ അയച്ച് ഓരോ മുഖാന്തരങ്ങൾ. അതാ ഞാൻ പറഞ്ഞു, അത് 48 വർഷത്തിന് ശേഷം. അതെ. പക്ഷെ 5 വർഷം കഴിഞ്ഞിട്ടാ ഞങ്ങൾ പോയത്. 5 വർഷം കഴിഞ്ഞിട്ടാ പോയത്. ശരി. ഞാൻ പറയാ, ദൈവം ഓരോ അത്ഭുതങ്ങള്. അപ്പം ബ്ലോക്കായി കിടന്ന കാര്യങ്ങള്, അസാധ്യങ്ങള്
സാധ്യമാക്കുന്നതും ദൈവത്താൽ പക്ഷെ നമ്മൾ വിശ്വസ്തരായിരിക്കണം. അങ്കിളെ ഇപ്പം അങ്കിള് തൃശ്ശൂര് ഇരിങ്ങാലക്കുടയിൽ നിന്ന് വിശ്വാസത്തിൽ വന്നു. കുടുംബത്തിൽ ഇപ്പം ആളുകൾ ആരെങ്കിലും ഒക്കെ വിശ്വാസത്തിൽ ആരൊക്കെ ഉണ്ട്? ഇല്ല, ആരും ആരും വന്നിട്ടില്ല. പക്ഷെ എല്ലാവർക്കും അറിയാം. ഇപ്പൊ നാട്ടിൽ അവിടെ വീടൊക്കെ ഉണ്ടോ? ഒരു 50 വർഷം മുന്നേ ഉള്ള ഒരു വീടേ ഉള്ളൂ. വീടേ ഉള്ളൂ. ഇപ്പൊ നാട്ടിലെവിടെയാ സെറ്റിൽ ആയിരിക്കുന്നത്? ഇരിഞ്ഞാലക്കുട. ഇരിങ്ങാലക്കുട തന്നെ. അവിടുത്തെ കഥകളൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങളുടെ വീട് 15 വർഷം ചർച്ചായിരുന്നു. ടൗണിലാ, ടൗണിൽ തന്നെ. അതും ഹിന്ദുസിന്റെ ഹെഡ് ക്വാർട്ടർ ഉള്ള സ്ഥലം, ബ്രാഹ്മൺസ് ആണ്, പോഷ് ഏരിയ ആണ്. അവിടെ 87 ആരാധന സ്ഥലം. എൻ്റെ വീട്ടിൽ തന്നെ പാസ്റ്റർ താമസിക്കലും ഇവൻ എൻ്റെ പേരൻസും ഉണ്ടായിരുന്നു അവിടെ. 2 നിലയാ. പാസ്റ്റും ഇതൊക്കെ ആരാധനയൊക്കെ മുകളിലും എൻ്റെ പേരൻസ് താഴെ. അങ്ങനെയൊക്കെ ഒരു 15 വർഷം അവിടെ തന്നെയായിരുന്നു. നല്ല നിലയിലും അപ്പുറം ഇപ്പുറമൊക്കെ ബ്രാഹ്മൺസും ഹിന്ദുക്കളൊക്കെ ആയിട്ട്. അവിടുത്തെ ഒരു ആദ്യത്തെ സഭയായിരുന്നു, ആദ്യത്തെ പെന്തിക്കോസ്റ്റൽ ചർച്ച് ഇരിങ്ങാലക്കുടയിലെ ആദ്യത്തെ. ഇപ്പൊ ഒരു മിനി കൊമ്പനാടാ. ഓ, അത് ശരി. 3 AG ഉണ്ട്, ഒരു 4 IPC ഉണ്ട്. അത് ശരി. എന്തായാലും സൊഹാറിലെ തുടക്കക്കാരനായിരുന്നു. പിന്നെ ഇരിങ്ങാലക്കുടയിലും അല്ല, OPA ഫൗണ്ടർ മെമ്പേഴ്സിന്റെ ഒരാളായിരുന്നു. ഇന്നിപ്പോ ജീവിച്ചിരിക്കുന്നത് OPA ഞാൻ മാത്രമേ ഉള്ളൂ. അല്ല, ഇവൻ ഒമാനിലെ. അതെ, ആ തുടങ്ങിയ സമയത്ത് ഇവൻ സീനിയർ ആയിട്ട് പെന്തിക്കോസ്തുകാരനായിട്ട് ഒമാനിയിലുള്ള ഞാനുള്ളൂ. പെന്തിക്കോസ്തുകാരനായിട്ട് ഫാമിലി മക്കളെല്ലാം ഇവിടെ തന്നെ. മക്കൾ ജനിച്ചതും ഇവിടെ തന്നെ. കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രഷർക്ക് വേണ്ടി. മക്കളെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാൽ എനിക്കറിയാം, എന്നാലും നമ്മുടെ പ്രഷർക്ക് വേണ്ടിയാണ്. 3 മക്കളാണ്. മൂത്ത മോനാണ്. പക്ഷെ അവൻ ജനിക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ പ്രാർത്ഥനയായിരുന്നു ആൺകൊച്ചു വേണമെന്നും അവനെ പാസ്റ്ററാക്കണമെന്നും. അത് ദൈവം നിറവേറ്റി. ജസ്റ്റസ് പാസ്റ്റർ പാസ്റ്ററാണ് ഈ ഇന്റർവ്യൂവിനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തത്. ഞാൻ ഇന്നലെ പാസ്റ്ററെ വിളിച്ച് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചത്. പാസ്റ്ററോട് നന്ദി പറയുക. മക്കളെ മൂത്തത് ഗ്രേസ്, രണ്ടാമത്തത് ഗ്ലോറിയ. ഗ്രേസ് ഇവിടെ സോഹാറില് അവൾ ജനിച്ചതെല്ലാം അല്ല, ഡെലിവറി ആയതൊക്കെ കോൾ ഹോസ്പിറ്റലിൽ 2 പേരും, ഗ്രേസും ഗ്ലോറിയൊക്കെ. ഗ്രേസ് എന്ന് പേരിട്ടത് അവളുടെ ഗൈനക്കോളജിസ്റ്റിന്റെ പേര് ഗ്രേസ് എന്നായിരുന്നു. അങ്ങനെയാണ് ഗ്രേസ് എന്ന് പേര്. പക്ഷെ അവൾ ജനിക്കുന്നതിന് മുന്നേ വീടിന്റെ പേരും ഗ്രേസ് ആയിരുന്നു. അത് ശരി. ഗ്രേസ് വില്ല. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി അനുഭവങ്ങൾ കേൾക്കാൻ ഇടയായി. മക്കളെ ഇവിടെ പിന്നെ ഇവരൊക്കെ വാർത്തതൊക്കെ അന്ന് അവൾ 6 മാസമുള്ളപ്പോ ഇവിടെ ഫുൾ ജോലിക്കാരുണ്ടായിരുന്നു. ഫുൾ ടൈം 6 മാസമുള്ളപ്പോൾ ജോലിക്കാരെ നിർത്തി കംപ്ലീറ്റ്. പക്ഷെ വൈഫിന് ഇങ്ങനെ ജോലിയും ഞങ്ങള് ചെയ്തു. കാരണം എനിക്ക് ഗവൺമെന്റ് ജോലിയാ രാവിലെ തൊട്ട്. പക്ഷെ ദൈവം മോശയെ കണ്ട മാതിരി തന്നെ കിട്ടിയ ജോലി. മോശെ അമ്മയ്ക്ക് ശമ്പളം കൊടുത്താണ് ഭഗവാൻ മോശയെ വളർത്തിയത് എന്നതുപോലെ തന്നെ ഇവിടുത്തെ ഗവൺമെന്റ് എനിക്ക് ശമ്പളം തന്ന്. ഞാൻ ജോലി ചെയ്തിട്ടല്ല, ഞാൻ 24 മണിക്കൂറും ജോലി ചെയ്യും. കാരണം എൻ്റെ ജോലി എന്താണ് ഇൻഡിപെൻഡൻ്റ്. ആകെ ഡയറക്ടർക്കും എനിക്ക് മാത്രമേ ഉള്ളൂ ഒഫീഷ്യലായിട്ട് വണ്ടി. എനിക്കും 24 മണിക്കൂർ വണ്ടി വെക്കാനുള്ള എൻ്റെ താക്കോലും എൻ്റെ കയ്യില. ഡയറക്ടർ ബാക്കി ആർക്കും ഉപയോഗിച്ച് കഴിഞ്ഞാൽ വണ്ടി അവിടെ ഇട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് അത്രയും ഫ്രീഡം ഉണ്ടായിരുന്നു, അത്രയും എനിക്ക് ചെയ്യാനുള്ള ഇതും ഉണ്ടായിരുന്നു. ജോലിയും അതുപോലെ വിശ്വസത്തോടു കൂടി ഞാൻ എല്ലാം ചെയ്യാം. എൻ്റെ ജീവകാലയെ കൂടെ തന്നെ ജോലി വിശ്വസത്തോടു കൂടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഒത്തിരി, ഞാൻ പറഞ്ഞത്, ഇത് 40 വർഷം മുന്നേ കിട്ടിയ അവാർഡായത്. 40 വർഷം മുന്നേ. അതാണ് ഗവൺമെന്റ്. വേറെ 2 വാച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ സീൽ വെച്ച് അതൊക്കെ നാട്ടിൽ കൊണ്ടുവച്ചു. അതുപോലെ ഒത്തിരി അപ്രിസിയേഷൻ ഇതും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതൊന്നും പറഞ്ഞത് എൻ്റെ ഇത് കൊണ്ടല്ല. ദൈവത്തിന് വേണ്ടി നാം വിശ്വസ്തനാണോ, ദൈവം നമ്മുടെ കാര്യം നോക്കാം. നമ്മളൊന്നിനും പറയാം.
അതാണ് നിന്റെ വഴി യഹോവയെ ഭയപ്പെടേണ്ടത്. അതെ. ദൈവത്തിന് സ്തോത്രം. അവനെ തന്നെ രചിച്ചു കൊള്ളുക. അവൻ എൻ്റെ കാര്യം. ദൈവത്തിന് സ്തോത്രം. എല്ലാ ചിന്തകളും നിന്റെ മേൽ ഇട്ടുകൊള്ളുക എന്നാണ്. മാനുഷ്യമായിട്ട് we are nothing. നമ്മൾ ഒന്നുമില്ല. പക്ഷെ വിശ്വസ്തനായിരിക്കണം. ഉം. അല്പത്തിൽ വിശ്വസ്തൻ അജയത്തിൽ. വിചാരകൻ. നമ്മുടെ ദൈവം 10 തലമുറയ്ക്കുള്ളത് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അതിവിടെ മൂടി വയ്ക്കാനുള്ളതാണ്. നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയിരിക്കുന്നത്. നമ്മൾ അനേകർക്ക് വേണ്ടി ഒരു ചെയ്തു കൊടുക്കും. ഒരാളെ ഒരു 10-600 പേരെങ്കിലും ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര കുടുംബങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. ഒരു ആളെ കൊണ്ടുവന്ന് അവന്റെ ആൾക്കാര് നമ്മൾ അത് ഇവരറിഞ്ഞ് ചെയ്യണം. ഈ വെള്ളത്തിൽ മുങ്ങാൻ പോണവനെ നിന്നുകൊണ്ട് കരയ്ക്ക് നിന്നുകൊണ്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? എടുത്ത് അവനെ വലിച്ചെടുക്കണം. അതാണ് അവര് ഇന്ന് അനേകർ ചെയ്യേണ്ടത് അത്രേ ഉള്ളൂ. നിർദ്ദേശങ്ങൾ കൊടുക്കും. എന്തായാലും ഒത്തിരി പ്രാക്ടിക്കലില്ല. ഒത്തിരി സന്തോഷം പാസ്റ്ററുകൾ. ഇത്രയും സമയങ്ങളെങ്കിലും ഞങ്ങളുടെ കൂടെ വന്ന് ഇരുന്ന് സംസാരിച്ചതിലൊക്കെ നന്ദി പറയുകയാണ്. ഇനിയും കർത്താവ് അനേകർക്ക് അനുഗ്രഹമാക്കി. സ്വഹാറിന്റെ വെളിച്ചമെന്ന് ഇവിടുത്തെ ഗവൺമെന്റ് വിളിച്ചെങ്കിൽ സ്വഹാറിന്റെ വെളിച്ചമായിട്ട് ഇനി അനേകർക്ക് ആശ്വാസമായി നിൽക്കട്ടെ. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ വരണ്ട ദേശത്ത് ഒരു വൻപാറ പോലെ അനേകർക്ക് തണലായി നിൽക്കുവാൻ കഴിഞ്ഞ നാളുകളിൽ അനേകർക്ക് തണലായിരുന്നു. അതിന്റെ സാക്ഷ്യങ്ങൾ ലോകത്തിന്റെ എല്ലാ കോണിൽ നിന്നും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇനി അങ്ങനെ നിൽക്കുവാൻ കർത്താവ് സഹായിക്കട്ടെന്ന് ഞങ്ങൾ വാസാദിയുടെ പ്രേക്ഷകരും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാസ്റ്ററുകൾ തന്നെ ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാണ്. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൽ. സ്തുതികളിൽ വസിക്കുന്നവനെ ഈ നല്ല പാൽക്കാലം തൃപ്പാത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാക്യത്തിനും വിശ്വസ്തനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ നല്ല ദിനത്തിന്റെ നല്ല പാൽവേളയ്ക്കായി നിന്നോട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിലെ അടിയങ്ങൾക്ക് കർത്താവെ ഒരിക്കൽ കൂടി സാക്ഷിയായിട്ട് അസാദ് കർത്താവ് ചാനലിന്റെ കർത്താവ് പ്രവർത്തനായ കർത്താവ് പാസ്റ്റർ ഫിനിജ് സഹോദരൻ പാസ്റ്ററും സഹോദരി കൂടി കടന്നു വന്ന് തൻ്റെ മക്കളോട് ചേർന്ന് അല്പസമയം തിരുനാമത്തെ ഞങ്ങൾക്ക് പങ്കുചേരാൻ ഈ പാൽക്കാലം കർത്താവ് ഒരുക്കിയ വഴിക്കായി സ്തോത്രം ചെയ്യുന്നു. അടിയന്റെ കഴിഞ്ഞ 60 വർഷത്തിന്റെ ക്രിസ്ത്യ ജീവിതത്തിൽ തൻ്റെ മക്കളോട് കൂടി സാക്ഷ്യം വഹിക്കുവാൻ തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. ഇതിനൊന്നും യോഗ്യതയില്ലാതെ കിടന്ന എന്നെ വിളംബരമ്പിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് അവിടുത്തെ സന്നിധിയിൽ അവിടുത്തെ മക്കൾ അവകാശികളായി പാൽക്കാലം ഒരപ്പൻ്റെ മക്കൾ പോലെ ഞങ്ങൾക്ക് ഒരുമിച്ച് തൃപ്പാത്തിലായിരിക്കാൻ സ്വർഗത്തെ ദൈവം ഒരുക്കിയ വഴികൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് എത്ര ശ്രേഷ്ഠമായി അവിടുന്ന് കഴിഞ്ഞ നാളുകളിൽ അടിയനെയും അടിയന്റെ കുടുംബത്തെയും അടിയന്റെ പ്രവർത്തനത്തെയും കർത്താവ് നടത്തിയ വിധങ്ങളെ അടിയനൊരു സാക്ഷ്യമായിട്ട് ഇപ്പം തന്നോർത്ത് നന്ദിയോട് സ്തോത്രം. ഇതിനൊന്നും യോഗ്യതയില്ലാതെ കിടന്ന് എന്നെ വിളിച്ച് അവിടുത്തെ സന്നിധിയിൽ കർത്താവ് തന്ന ഈ നല്ല കർത്താവെ അനുഗ്രഹങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അങ്ങേ സ്നേഹിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലല്ലോ. യഹോവ ദൈവമായിരിക്കുന്ന ജാതി എത്ര ഭാഗ്യമുള്ളത്. ഈ രക്ഷകനെ കാണുവാനും ഈ രക്ഷകന്റെ കർത്താവ് സ്നേഹം മനസ്സിലാക്കുവാനും അടിയനും അടിയന്റെ കുടുംബത്തിനും അനേകർക്ക് പകർന്നു കൊടുക്കുവാനും അടിയന് തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായ അവരെ മുഖം ലയിച്ചു പോയെന്ന് വായിക്കും പ്രകാരം അങ്ങേ സ്നേഹിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലല്ലോ. ഈ ദൈവം എന്നേക്കും ഞങ്ങളുടെ ദൈവമാവെന്ന് പറയുവാൻ അടിയന് ഈ ആയുസ്സിലും തന്ന ഈ നല്ല പാലുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് തന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് തരുന്ന നന്മകളെ ഓർത്ത് ഇനിയും കർത്താവ് ആരാധന സമയമൊക്കെയും അങ്ങേക്ക് വേണ്ടി ഒരു സാക്ഷിയായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം ഒരുക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ശേഷാൽ കർത്താവിന്റെ ദാസനും ദാസിയും അടിയനോട് ചേർന്ന് സമയങ്ങളെ ചെലവഴിക്കുവാൻ അവിടുന്ന് ഒരുക്കി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ മകന്റെ കർത്താവ് പ്രവർത്തനത്തെ അനുഗ്രഹിക്കണമേ. അനേകരുടെ കർത്താവെ ഈ വെളിച്ചത്തെ കാണുവാനും വെളിച്ചത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും തൻ്റെ പ്രവർത്തന മുഖാന കർത്താവ് ഒരുക്കുന്നോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇനിയും കർത്താവെ
ഈ അസാധു പ്രവർത്തനം, ടി വി പ്രവർത്തനം അത് അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി കർത്താവെ പ്രവർത്തിക്കാൻ തൻ്റെ മക്കളെ ദൈവകരങ്ങളിലേക്ക് കർത്താവെ ഈ എളിയവൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അനുഗ്രഹിക്കുന്നു. ശേഷം തൻ്റെ മക്കളോട് സമയം ചെലവഴിക്കുവാൻ അടിയൻ തന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. അതിനു വേണ്ടി കർത്താവ് തന്ന ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. കർത്താവായ തുടർന്നും കർത്താവിൻ്റെ കൃപ ഞങ്ങൾ ഓരോരുത്തരും പരിപാലിക്കണമെന്ന് കർത്ത പൊന്നനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ. താങ്ക് യു പാസ്റ്റർ അങ്കിളെ. പ്രാവശ്യം നന്ദി പറയുന്നു, പ്രേക്ഷകരോട് നന്ദി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവമാണ് നമ്മൾ കേട്ടത്. കുറേ ചരിത്രങ്ങൾ കേട്ടു. സ്വഹാറിലെ, മസ്കറ്റിലെ, അതുപോലെ തന്നെ ഇരിങ്ങാലക്കുടയിലെയൊക്കെ സഭയുടെ തുടക്കം വളരെ അനുഗ്രഹിക്കപ്പെട്ട സെക്ഷനായിരുന്നു. എല്ലാവരോടും നന്ദി പറയുന്നു. ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്.